ഈ വിഗ്രഹാർപ്പിതങ്ങളെ പറ്റി എന്നോട് ചോദിച്ചത്. നമ്മൾ ഈ വിഗ്രഹാർപ്പിതം നമുക്ക് കഴിക്കാൻ പറ്റുമോ? ഒരാൾ കൊണ്ടു തന്നു കഴിഞ്ഞാൽ എന്തോ ചെയ്യണം? അതുപോലെ തന്നെ ഈ റമദാനൊക്കെ ഇങ്ങനെ കൊണ്ടുതരുമല്ലോ, അത് കഴിക്കാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ സംശയം ചോദിച്ചു. സഹോദരിമാരുടെ മീറ്റിങ്ങിന് ഒരു സിസ്റ്റർ എങ്ങാണ്ട് പറഞ്ഞു, സഹോദരിമാരുടെ മീറ്റിംഗ് ഒന്ന് പറഞ്ഞു അത് കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞു. അതുകൊണ്ട് സഹോദരിമാരെല്ലാം ചില പേടിച്ചിരിക്കുകയാണ്. ഇങ്ങനെയൊന്നെല്ലാം കൊണ്ടുവന്ന് കഴിച്ച് ബിരിയാണി വല്ലതും കഴിച്ചാൽ പ്രശ്നമായി തീരുമോ? നമുക്ക് ഞാൻ ചില വിഷയങ്ങൾ ഞാനത് ഗ്രൂപ്പിലിട്ടിരുന്നു. എത്ര പേർക്ക് വായിച്ചിട്ട് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. എങ്കിലും ചെറിയ അരമണിക്കൂർ സമയമുണ്ട്. ആ വിഷയം സ്വല്പമായിട്ട് ചിന്തിക്കാമെന്ന് വിചാരിക്കുകയാണ്. നമുക്ക് ഒരു വേദഭാഗം എടുക്കാം. കുഞ്ഞുങ്ങൾ എല്ലാവരും എടുക്കണം. റോമൻസ് ചാപ്റ്റർ 14, റോമാലേഖനം 14-ാം അധ്യായത്തിന് റോമൻസ് ചാപ്റ്റർ 14 അതിൻ്റെ വേഴ്സ് 1. റോമൻസ് ചാപ്റ്റർ 14. മതി. അച്ഛൻ മലയാളത്തിലൂടെ വായിച്ചാരെങ്കിലും. വിശ്വാസത്തിൽ ബലഹീനനായവനെ ചേർത്തുകൊള്ളുവീൻ. ഒരുവൻ എല്ലാം മതി, അത് മതി. ഇങ്ങനെ വാക്യം വായിക്കുന്നത് മോൻ വായിച്ചപ്പം വളരെ സിമ്പിൾ ഇംഗ്ലീഷാണ്. അതെനിക്ക് നല്ല രസകരമായിട്ട് തോന്നി. എ വീക്ക് ബിലീവർ അല്ലേ ഇങ്ങനെ ഇരിക്കുന്നത്. നമ്മളിവിടെ പറയുന്നത് മലയാളത്തിൽ വായിക്കുന്നത് സംശയ വിചാരങ്ങളെ വിധിക്കാതെ വിശ്വാസത്തിൽ ബലഹീനനായവനെ ചേർത്തുകൊള്ളുവീൻ. ഒരു വീക്ക് ബിലീവർ ഉണ്ട്, അന്നേരം അതിൻ്റെ അർത്ഥം എന്തുവാ? സ്ട്രോങ് ബിലീവറും ഉണ്ട്. എന്തുകൊണ്ട്? വീക്ക് ബിലീവറും ഉണ്ട്, സ്ട്രോങ് ബിലീവറും ഉണ്ട്. ചാപ്റ്റർ 15 വേഴ്സ് 1 and 2 ഒന്ന് വായിച്ചേ. മലയാളത്തിൽ വായിച്ചു. എന്നാൽ ശക്തരായ നാം 15 വേഴ്സ് 1 and 2. എന്നാൽ ശക്തരായ നാം അശക്തരുടെ ബലഹീനതകളെ ചുമക്കുകയും നമ്മിൽ തന്നെ പ്രസാദിക്കാതിരിക്കുകയും വേണം. നമ്മിൽ ഓരോരുത്തൻ കൂട്ടുകാരനെ നന്മയ്ക്കായിട്ട് ആത്മീക വർധനയ്ക്ക് വേണ്ടി പ്രസാദിപ്പിക്കണം. അതെ, ഈ 14-ാം അധ്യായത്തിൽ പൗലോസ് ഒരു ടീച്ചിങ് പറഞ്ഞു വന്നിട്ട് 15-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിന് കൺക്ലൂഷൻ പറയുക. താൻ പറഞ്ഞു വന്ന നമ്മൾ അതിൻ്റെ 1-ാം വാക്യത്തിൽ വായിച്ചു, സംശയ വിചാരങ്ങളെ വിധിക്കാതെ എന്ത് ചെയ്യണം? വിശ്വാസത്തിൽ ബലഹീനനായവനെ എന്ത് ചെയ്യണം? ചേർത്ത് കൊള്ളണം. വിശ്വാസ ബലഹീനനായവൻ ആരെന്നാ പറഞ്ഞേ? കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കണം. ഇറ്റ്സ് എ വീക്ക് ബിലീവർ. ആരാണ് വീക്ക് ബിലീവർ? വിശ്വാസത്തിൽ ബലഹീനനായവൻ. അവന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ജഡീകനായ വിശ്വാസിയാണെന്നല്ല. ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ചോണം. എന്തോ അവൻ ജഡീകനായ വിശ്വാസിയാണെന്നല്ല, പിന്മാറ്റക്കാരനായ വിശ്വാസിയാണെന്നുമല്ല, വിശ്വാസത്തിൽ അവൻ ബലഹീനനാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസത്തിൽ അവന്റെ ബലഹീനതയുടെ പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ അവന് സഭകളിൽ വരുന്നുണ്ട്, മീറ്റിങ്ങിന് ഇരിക്കുന്നുണ്ട്, കാര്യങ്ങളുണ്ട്. പക്ഷേ അവന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ വളർന്നു വന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് ശരി തെറ്റുകളെ വിവേചിക്കുന്നവനാണ് ഈ വീക്ക് ബിലീവർ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായെന്നൂടെ പറയാം. വളർന്നു വന്ന സാഹചര്യങ്ങളെ അനുസരിച്ചിട്ട് ശരി തെറ്റുകളെ വിവേചിക്കുന്നവനാണ് ഈ വീക്ക് ബിലീവർ എന്ന് പറയുന്നത്. പൗലോസ് അത് പറയുന്നുണ്ട്. അതുകൊണ്ട് 14-ാം വാക്യം തുടങ്ങുമ്പോൾ താനിങ്ങനെ പറയുന്നത്, സംശയ വിചാരങ്ങളെ വിധിക്കാതെ വിശ്വാസത്തിൽ ബലഹീനനായവനെ ചേർത്തുകൊള്ളുവിൻ എന്ന് പറഞ്ഞിട്ട് 15-ാം അധ്യായം തുടങ്ങുമ്പോൾ പൗലോസ് തന്നെക്കൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നത്. എന്ത് ചെയ്യണം? എന്നാൽ ശക്തരായ നാം എന്ന് പറയും. പൗലോസ് തന്നെ കൂടെ കൊടുത്തിട്ട് പറയാം. എന്തുവാ ശക്തരായ നാം എന്ന് വെച്ചാൽ സ്ട്രോങ് ബിലീവേഴ്സ് ആയിട്ടുള്ള ശക്തരായ നാം അശക്തരായ വീക്ക് ബിലീവേഴ്സിന്റെ ബലഹീനതകളെ എന്ത് ചെയ്യണം? ചുമക്കണം. പൗലോസ് ഈ 12-ാം അധ്യായം വായിക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ 12-ാം അധ്യായം തൊട്ട് താൻ ഇങ്ങനെ പറഞ്ഞു വരുന്നത് പ്രായോഗിക ക്രിസ്ത്യ ജീവിതത്തെ പറ്റി, പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫ്. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ? ഇങ്ങോട്ട് ശ്രദ്ധിച്ചു ചോദ്യം ചെയ്യും ഇടയ്ക്ക്. പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫിനെ പറ്റിയാണ് പറയുന്നത്. അതിനകത്ത് നമ്മൾ വായിക്കുന്നുണ്ട്, അതിനകത്ത് എങ്ങനെ ആയിരിക്കണം. അതിന്റെ 12-3 വായിക്കുമ്പോൾ സഭയിൽ എങ്ങനെ ആയിരിക്കണം എന്ന് പ്രായോഗിക ജീവിതം പറയുന്നുണ്ട്. എന്ത് ചെയ്യണം? ഭാവിക്കേണ്ടുന്നതിന് മീതെ എന്ത് ചെയ്യില്ല? ഭാവിച്ചുയരരുത്. അത് 12-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അതുപോലെ 13-ാം അധ്യായത്തിൽ വരുമ്പോൾ നമ്മളെങ്ങനെയാണ് സാമൂഹ്യ ജീവിതത്തിൽ ടാക്സ് കൊടുക്കണം, അധികാരികൾക്ക് കീഴടങ്ങി ജീവിക്കണം. അത് 13-1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ എന്ന് വെച്ചാൽ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ ഈ രാജ്യവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ നികുതി കൊടുക്കേണ്ടിവന് നികുതി, ബഹുമാനം കൊടുക്കേണ്ടിവന് ബഹുമാനം, അതൊക്കെ നമ്മുടെ കടമകളാണ്. 12-ാം അധ്യായത്തിൽ വായിച്ചത് സഭയിൽ എങ്ങനെ ആയിരിക്കണം. അത് 12-3 മുതലോട്ട് വായിച്ച അവനവന് ലഭിച്ച കൃപയ്ക്ക് ഒത്തവണ്ണം നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ വിശ്വാസത്തിന് ഒത്തവണ്ണം, ശുശ്രൂഷയെങ്കിൽ ശുശ്രൂഷയിൽ, ഉപദേശിക്കുന്നവനെങ്കിൽ ഉപദേശത്തിൽ, സഭയിൽ എങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞു. 13-ാം അധ്യായത്തിൽ നമ്മുടെ ലോകപരമായ ജീവിതത്തിൽ എങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞു. ഇനി 13-ന്റെ അവസാനം പറയുമ്പോൾ
പേഴ്സണൽ ലൈഫിൽ എങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞു. അത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ 13-ന്റെ 9-ാം വാക്യത്തിൽ വരുമ്പോൾ വ്യഭിചാരം ചെയ്യരുത്, കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, മോഹിക്കരുത് എന്നുള്ള ഇങ്ങനെ വ്യക്തിപരമായ കാര്യങ്ങളെ പറ്റി പറയുക. എന്നിട്ട് 14-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ വരുമ്പോൾ താന് അവരുടെ ഒരു പ്രധാന സംശയത്തിന് ഉത്തരം പറയുക. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംശയത്തിൽ നമുക്കറിയാം ക്രിസ്ത്യൻ ലൈഫിൽ ഗ്രേ ഏരിയാസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത, വചനം വ്യക്തമായിട്ട് പറയാത്ത ചില കാര്യങ്ങളുണ്ട്. ഇപ്പം പറയാ എന്നെ ഇന്ന കാര്യം ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊലപാതകം ചെയ്യുന്നത് ബൈബിളിലുണ്ട്. കൊലപാതകം ദൈവരാജ്യം, വ്യഭിചാരി ദൈവരാജ്യം അവകാശമാകത്തില്ല. അങ്ങനെ വ്യക്തമായിട്ട് എടുത്തു പറഞ്ഞ പല കൽപ്പനകളുണ്ട്. എന്നാൽ എടുത്തു പറയാത്ത ചില കൽപ്പനകളുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ? അത് എന്താണെന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? അതുകൊണ്ടാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലന് ഈ വാക്യത്തിൽ പറയുന്നത്, ഇവിടെ സംശയമായിട്ട് നമുക്ക് തോന്നുന്ന വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരുവചനം അതിന് വ്യക്തമായിട്ട് നമ്മോട് പറയുക, നീ ഈ ഐഡലിന് വെച്ച ഈ ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കൊണ്ടുവന്ന, അല്ലെങ്കിൽ ഒരു ജാതീയമായ ആരാധനയ്ക്ക് വെച്ച ഒരു ഭക്ഷണം കൊണ്ടുവന്നാൽ നീ കഴിക്കണോ കഴിക്കണ്ടയോ എന്നുള്ളതിനെ പറ്റി പൗലോസ് വ്യക്തമായിട്ടൊരു ഉത്തരം നൽകുന്നില്ല. ഇവര് സംശയ വിചാരമാണ്, ഇത് കഴിക്കണോ കഴിക്കണ്ടയോ. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ചില വിഷയങ്ങൾ കടന്നു വരാൻ സാധ്യതയുണ്ട്. നുണ പറഞ്ഞാൽ തെറ്റാണോ പാസ്റ്റർ എന്ന് ചോദിക്കൂ. നുണ പറഞ്ഞാൽ തെറ്റാണോ? നുണ പറയുന്ന വചനത്തിൽ എഴുതിയിട്ടുണ്ടല്ലേ? നുണ പറയല്, ലൈയ്, അതുപോലെ അസൂയ, ഇതൊക്കെ നമ്മൾ അസൂയ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ അല്ലേ, അതൊക്കെ തെറ്റാണെന്ന് വചനം പറയുന്നുണ്ട്. എന്നാൽ നേരിട്ട് പൗലോസ് പറയാത്തൊരു കാര്യമാണ് അതിനെ കോമൺ ആയിട്ട് ഒരു കാര്യം പറയാം. നമ്മൾ ഈ റോമാ സഭയിലെ വിഷയം ഓർക്കുമ്പോൾ അവിടെ 2 കൂട്ടരുണ്ട്. ഒന്ന് യഹൂദന്മാരായിട്ടുള്ള ആൾക്കാരുണ്ട്, ജാതികളായിട്ടുള്ള ആൾക്കാരുണ്ട്. ഞാനിത് നിങ്ങൾ ശ്രദ്ധിച്ചത് മനസ്സിലാക്കണം. അല്ലെങ്കിൽ പിന്നെ അടുത്ത ആവശ്യം വന്നിട്ട് ഭാഷ കഴിക്കാമെന്ന് എൻ്റെ അടുത്തൊന്ന് ചോദിക്കൽ, നിങ്ങൾ തന്നെ തീരുമാനിച്ചോണം. ഇത് കഴിക്കാൻ പറ്റുമോ കഴിക്കരുത് സംശയം വരാതിരിക്കാൻ വേണ്ടിയാണ്. അന്നേരം യഹൂദന്മാരായുള്ള വിശ്വാസികളുണ്ട്, ജാതികളായ വിശ്വാസികളുണ്ട്. യഹൂദന്മാരായ വിശ്വാസികൾ ജനിച്ചു വളർന്നത്, അവരുടെ ഒരു കൾച്ചറുണ്ട്, അവരുടെ ഒരു സാമൂഹ്യ പശ്ചാത്തലമുണ്ട്, അവരുടെ മനസ്സിൽ ശരിതെറ്റുകളെ പറ്റിയുള്ള നല്ല ബോധ്യമുണ്ട്. ഞാൻ മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് വളർന്നു വന്നു കഴിഞ്ഞപ്പം അവർ വളർന്നു വന്ന സാഹചര്യങ്ങളിൽ നമുക്ക് ഈ യഹൂദ പിള്ളേർ, നമ്മൾ ഇവിടുത്തെ മുസ്ലിം പിള്ളേരെ പോലെ കൊച്ചാകുമ്പോൾ തന്നെ ഇവിടെ പോയി ഇങ്ങനെ പഠിച്ച് അവർ വരുന്നത്. അവരുടെ മനസ്സിൽ ചെറുപ്പത്തിൽ തന്നെ ചില കാര്യങ്ങൾ ഇങ്ങനെ ആഴത്തിൽ കിടപ്പുണ്ട്. ശരിയാണോ തെറ്റാണോ? എന്നിട്ട് അവരെ സംബന്ധിച്ച് ശബത്ത് ദിവസം ഒന്നും ചെയ്യാൻ പാടില്ല. അവിടെ ഉള്ളിൽ കിടക്കുന്നത് തെറ്റാ. ശബത്ത് ദിവസത്തെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കഴിക്കാൻ പറ്റത്തില്ല. പിന്നെ ഈ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, കുഞ്ഞു ശ്രദ്ധിച്ചോണേ, ഇങ്ങോട്ട് ശ്രദ്ധിച്ചോണേ, ശബത്ത് ദിവസത്തിൽ അതുകൊണ്ട് ജ്യൂസ് എന്ത് ചെയ്യുന്ന അവര് ആ ദിവസത്തിന് എന്താ പറയുന്നത്, സബത്ത് ഡേ ദേ കൺസിഡർ ആസ് എ ഹോളി ഡേ. അതുകൊണ്ട് അവരെന്ത് ചെയ്തില്ല, ഭയങ്കര ബഹുമാനം അവർക്ക് ആ ദിവസത്തോട്. ചില ദിവസങ്ങളോട് അവർക്ക് പ്രത്യേകതയുണ്ട്. അവർക്ക് പിന്നെ ചെറുപ്പത്തിൽ പഠിച്ചു വളർന്നു വന്നതാ. അതുപോലെ അവർക്ക് ഈ ഭക്ഷണത്തിന്റെ കാര്യത്തിലും ഇപ്പൊ പന്നി അത് കഴിക്കത്തില്ല. അതെന്താ പഴയ നിയമത്തില്. അതുപോലെ പഴയ നിയമത്തിൽ വായിച്ചാൽ അവർക്ക് കൊടുത്തിരുന്ന ചില കൽപ്പനകളുണ്ട്. ഇത് പഠിച്ചു വളർന്നു വന്ന യഹൂദ പാരമ്പര്യത്തിൽ നിന്ന് ക്രിസ്തുവിലേക്ക് വന്ന, ക്രിസ്തുവിനെ സ്വീകരിച്ചു വന്ന കുറെ ആൾക്കാർ സഭയിലുണ്ട്. വേറൊരു കൂട്ടർ ജാതികളിൽ നിന്ന് ഇവർക്കൊന്നും അറിയത്തില്ല. ഞാൻ പറഞ്ഞ എങ്ങനെയുള്ള വ്യക്തികളാ? ജാതികൾ. ഇവരുടെ പാരമ്പര്യം എന്ന് പറയുന്നത് എന്തും കഴിക്കും, എന്തും തിന്നും. അവർക്ക് അങ്ങനെ ദിവസം എന്ന് പറഞ്ഞൊരു പ്രത്യേകതയൊന്നുമില്ല. ക്രിസ്തുവിന്റെ സുവിശേഷം കേട്ടപ്പോൾ അവൻ എന്തായിട്ട് മാറി? അവൻ ദൈവമകനായിട്ട് മാറി. അവനും സഭയിലോട്ട് വന്നു. സഭയിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടരുടെ യഹൂദനെ സംബന്ധിച്ച് അവന് ഭക്ഷണ കാര്യങ്ങളൊക്കെ വളരെ ക്രമമുണ്ട്, ചിട്ടയുണ്ട്. ജാതിയെ സംബന്ധിച്ച് എന്തുണ്ട്? അവന് ചിട്ടകളൊന്നുമില്ല. പക്ഷേ അവന് ജാതിയനായിരുന്നപ്പോൾ അവൻ പിന്തുടർന്നു പോകുന്ന ചില കാര്യങ്ങളുണ്ട്. ഞാനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ പറയാം, അവര് ജാതിയനായിരുന്നപ്പോൾ വിഗ്രഹങ്ങളുടെ മുമ്പിൽ പോയി ആരാധിക്കുകയും അവിടെ അതിനെ ദൈവമാണെന്ന് കാണുകയും അതിന് മുമ്പിൽ വെച്ചിരിക്കുന്ന വിഗ്രഹാർപ്പിതങ്ങളായിട്ടുള്ള ഐഡൽസിന് കൊടുത്തതെന്ന് ഒക്കെ കഴിച്ച് അത് ദൈവത്തിന് ഇങ്ങനെ ചെയ്തതായതുകൊണ്ട് ഭയങ്കര ഭയത്തോടെ അവൻ ക്രിസ്തുവിൽ വിശ്വസിച്ച് അവൻ ദൈവമകനായി. ഇപ്പൊ മനസ്സിലായി, ഒരേ ഒരു ദൈവമേ ഉള്ളൂ, ഞാൻ ദൈവമകനാണെന്നുള്ള ബോധ്യം വന്നു. പക്ഷെ അവന്റെ മനസാക്ഷിയിൽ, ഞാൻ പറയാൻ ശ്രദ്ധിച്ച് കേൾക്കണം, അവന്റെ കോൺഷ്യൻസിൽ ഇവൻ വളർന്നു വന്ന സാഹചര്യങ്ങളെ പറ്റി ഒരു ബോധ്യമുണ്ട്. അത് തെറ്റാണെന്നുള്ളൊരു ചിന്ത അവന്റെ മനസ്സിൽ കിടപ്പുണ്ട്. ഞാനിപ്പം നമ്മുടെ നാട്ടിലെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ പറയാം,
നമ്മൾ നാമധേയ ക്രൈസ്തവരിൽ നിന്ന് വിശ്വാസത്തിൽ വന്നവരാണെന്ന് വിചാരിക്കുക. പിന്നെ നമ്പൂതിരിമാരിൽ നിന്ന് ഒരുത്തനും വിശ്വാസം വന്നു, രണ്ടുപേരും സഭയിലിരിക്കുക. ഞാൻ എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാ, കൾച്ചറുള്ള ഡിഫറൻസ് പറയാൻ വേണ്ടിയാ. നമ്മളെ സംബന്ധിച്ച് നമ്മളെല്ലാം കഴിക്കും, ഒരു പ്രശ്നമില്ല. നാമധേയ ക്രിസ്ത്യാനി ഇരുന്നപ്പോൾ കിട്ടുന്നതെല്ലാം കഴിച്ച് ഒക്കെ ഇങ്ങനെ വന്നവരാ സഭയിൽ വന്നിരിക്കുക. നമ്പൂതിരി എന്ന ചെറുപ്പം തൊട്ടേ അവന് ഒരു ബീഫും കഴിക്കത്തില്ല, ഫുഡും ഒന്നും കഴിക്കത്തില്ല. അവൻ്റെ കൾച്ചറിൽ അവനിത് കഴിച്ചു കഴിഞ്ഞാൽ ഇത് തെറ്റാണെന്നുള്ളൊരു മനസാക്ഷിയിൽ അവൻ വളർന്നു വരുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഇവർ രണ്ടുപേരും കൂടെ സഭയിൽ വന്നു, ക്രിസ്തുവിൽ ഇവർ ഒന്നായി ദൈവസഭയിലോട്ട് വന്നു. അവിടെ വന്നപ്പം ഒരു കോട്ടേജ് മീറ്റിങ്ങിന് ബീഫ് കൊണ്ടുവച്ചു. കോട്ടേജ് മീറ്റിംഗ് ഞാൻ നിങ്ങൾക്ക് പറയാൻ വേണ്ടിയാ, കോട്ടേജ് മീറ്റിങ്ങിന് അപ്പവും ബീഫ് കറിയും കൂടെ കൊണ്ടുവച്ചു. ഈ നമ്പൂതിരി കഴിക്കത്തില്ല. അല്ല, ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞ കേട്ടോ. നമ്പൂതിരി കഴിക്കാത്തതിന്റെ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന്റെ അബോധ മനസ്സിൽ, അവന്റെ മനസ്സാക്ഷിയിൽ അവനിത് കഴിക്കുന്നത് തെറ്റാണെന്നുള്ള ഒരു ചിന്ത അവന്റെ മനസ്സിലുണ്ട്. അതുപോലെ തന്നെ യഹൂദനെ, ഞാൻ ഇപ്പോൾ യഹൂദന്മാരോട് അവന്റെ മുമ്പിൽ കൊണ്ടുവന്ന് പന്നിയുടെ കറി കൊണ്ട് വെച്ചാൽ അവനെന്ത് ചെയ്യത്തില്ല, യഹൂദൻ കഴിക്കത്തില്ല. നമ്മൾ മലയാളികളാണെങ്കിൽ അടിച്ചങ്ങ് വരും പന്നി ഇറച്ചി കിട്ടിയാന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു അവൻ കഴിക്കത്തില്ല. ഇതൊരു ഗ്രേ ഏരിയ. അന്നേരം ഇവരുടെ മനസ്സിൽ ഇങ്ങനെ സഭയിലൊരു പ്രശ്നം ഉണ്ടായപ്പോൾ എന്ന് വെച്ചാൽ ഗ്രേ ഏരിയ, ഇത് കഴിക്കണോ കഴിക്കണ്ടായോ? അന്നേരം ഒരു കൂട്ടർ പറഞ്ഞു, അന്നേരം യഹൂദൻ പറഞ്ഞു വിഗ്രഹമൊന്നുമില്ല, ഒറ്റ ദൈവമേ ഉള്ളൂ, നീ ഐഡലിനും. അവിടെ അന്നത്തെ കാലത്ത് അവിടെ വിൽക്കുന്ന ഭക്ഷണമൊക്കെ ഈ വിഗ്രഹങ്ങളുടെ മുമ്പിലൊക്കെ വെച്ചിട്ട് ഈ ബീഫൊക്കെ കൊണ്ടുവന്ന് വെക്കും, അല്ലെങ്കിൽ ഫുഡൊക്കെ കൊണ്ടു വെക്കും, അതാ കൊണ്ടുവരുന്നത്. ഇപ്പം പറഞ്ഞു ഞങ്ങൾ പണ്ട് അവിടുന്ന് ഈ ഇതിനെയൊക്കെ അറുത്ത് കൊന്നിട്ട് മിച്ചം വരുന്ന ഇതൊക്കെ ഈ മാർക്കറ്റിൽ വരുന്നത്, ഇതൊന്നും കഴിക്കാൻ പറ്റത്തില്ല, കൊണ്ടുവന്ന് കറി വെച്ചാലും ഞങ്ങൾ കഴിക്കത്തില്ല, പണ്ട് ഞങ്ങൾ ആരാധിച്ചുകൊണ്ടിരുന്നതാന്ന് പറഞ്ഞു. അന്നേരം യഹൂദൻ പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ല എന്നും പറഞ്ഞിട്ട്, അന്നേരം ഇവിടെ രണ്ടു കൂട്ടത്തിലുള്ള വിശ്വാസികൾ, ഇതിനകത്ത് രണ്ട് നിലയിലും ഉണ്ട്. ഒന്ന് ശക്തരായ വിശ്വാസികളും രണ്ടാമത്തേത് അശക്ത, വീക്ക്. കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കാൻ കൂടെ, വീക്ക് ബിലീവർ ആൻഡ് സ്ട്രോങ് ബിലീവർ. ഇനി എന്താണ് സ്ട്രോങ് ബിലീവർ? പൗലോസ് സ്ട്രോങ് ബിലീവറിന്റെ ഗണത്തിൽപ്പെട്ടതാണ്. സ്ട്രോങ് ബിലീവറിന്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രോങ് ബിലീവർ പറയുന്നത് അവർക്ക് എല്ലാത്തെ പറ്റി ഒരു വെളിച്ചമുണ്ട്. എല്ലാത്തെ പറ്റി എന്തുണ്ട്? വിഗ്രഹമേതുമില്ല, വിഗ്രഹാർപ്പിതവും ഏതുമില്ല. അവർക്ക് ഭയങ്കര ആത്മീയമായി പക്വത വന്നവരാ. പക്ഷേ പൗലോസ് ശരിക്കെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, പൗലോസ് ഇങ്ങനെയുള്ള ക്രമത്തിൽ ജനിച്ചു വളർന്ന് ഇതിൻ്റെയൊക്കെ ഉസ്താദായിരുന്നു പൗലോസ്, അഗ്രഗണ്യനായിരുന്നു. പൗലോസിനെല്ലാം അറിയാം, ഈ ദിവസത്തിന്റെ പ്രത്യേകത എല്ലാം അറിയാം. പക്ഷെ ക്രിസ്തുവിൽ വന്നപ്പോൾ പൗലോസിന്റെ കാഴ്ചപ്പാടിന് വ്യത്യാസമുണ്ടായി. താൻ കൊലോസ്യർ എഴുതുമ്പോൾ താൻ ഇങ്ങനെ പറയുകയാണ്, ക്രിസ്തു നമുക്ക് വേണ്ടി ശാബത്തായി മാറി. ഇനി ശബത്ത് എന്ന് പറഞ്ഞ ദിവസത്തിന്റെ വാല്യൂ ഇല്ല. പക്ഷെ ഇത് പറയുമ്പോഴും മറ്റവരെന്ത് ചെയ്യത്തില്ല, കുറച്ചുപേര് ആത്മീയമായിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ മനസ്സാക്ഷിയിൽ പണ്ടു പഠിച്ചു വന്നവർക്ക് അവർക്കൊരു തെറ്റായിട്ട് ഫീൽ ചെയ്യുക. സഭയിലൊരു കൺഫ്യൂഷൻ, ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ച് എന്തോ ചെയ്യും. അതിന് താനൊരു പ്രിൻസിപ്പിൾ പറയുന്നതാണ് ഈ 14-ാം അധ്യായം. ഞാൻ പറഞ്ഞ കോണ്ടക്സ്റ്റ് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. അതുകൊണ്ടാണ് അതിൻ്റെ 14-ന്റെ ഇനി 1 മുതൽ 1, 2, 3 വാക്യങ്ങളൊന്ന് വായിക്കാം. അച്ഛാ സമയമില്ല, ഇംഗ്ലീഷിൽ നിങ്ങൾ കുഞ്ഞുങ്ങൾ വായിച്ചോണം. ഇംഗ്ലീഷിൽ നിങ്ങളോട് ചോദിക്കും, മോൻസ് ഞാൻ മലയാളത്തിൽ വായിക്കും. സംശയ വിചാരങ്ങളെ വിധിക്കാതെ എല്ലാവരും ബൈബിൾ എടുത്ത് ശ്രദ്ധിച്ച് വായിക്കുക. ഓക്കെ. സംശയ വിചാരങ്ങളെ വിധിക്കാതെ വിശ്വാസത്തിൽ ബലഹീനനായവനെ ചേർത്തുകൊള്ളുവിൻ. ഒരുവൻ എല്ലാം തിന്നാമെന്ന് വിശ്വസിക്കുന്നു, ബലഹീനനോ സസ്യാദികളെ തിന്നുന്നു. ഒരുത്തന് വെജിറ്റേറിയൻ ആണ്, അവന് എവിടുന്ന് വന്നതാ? അവിടുന്ന് നമ്പൂതിരി വർഗത്തിൽ വെജിറ്റേറിയൻ. മറ്റവൻ എന്താണ്? എല്ലാം കഴിക്കാമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത് തിന്നുന്നവൻ തിന്നാത്തവനെ ധിക്കരിക്കരുത്. ഇവിടെ പൗലോസ് ഒരു കാര്യം പറയുകയാണ്, തിന്നുന്നവൻ എന്ത് ചെയ്യല്ല, ഉടനെ അവൻ ഈ നമ്പൂതിരി കഴിക്കുന്നില്ല. എന്താടാ നീ ഇവിടെ ദൈവമൊക്കെ ആയിട്ട് നീ കഴിക്കാതിരിക്കുന്നു? അവന്റെ മനസാക്ഷിയിൽ അവൻ ഇതെന്ത് ചെയ്ത് നാളുകളായിട്ട് കഴിക്കാത്തതാ. അവനെ എന്ത് ചെയ്യില്ല, കുറ്റപ്പെടുത്തരുത്. തിരിച്ചോ, ഞാൻ വായിച്ചോ, തിന്നാത്തവൻ തിന്നുന്നവനെ വിധിക്കരുത്. തിന്നാത്തവൻ എന്താ പറയുന്നറിയോ? എടാ ഇത് വിഗ്രഹത്തിനൊക്കെ കൊടുത്തതാ, ഞങ്ങൾ കഴിക്കത്തില്ല, നീ ഇത് കഴിക്കുന്ന പോവാവിടും. അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുക? ഞാൻ പറഞ്ഞ മനസ്സിലായി നിങ്ങൾക്ക്? അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക. തിന്നുന്നവൻ തിന്നാത്തവനെ, തിന്നാത്തവൻ തിന്നുന്നവനെ എന്ത് ചെയ്യുക? വിധിക്കുക. കാര്യം അവർക്ക് ഡയറക്റ്റ് ആയിട്ടൊരു കൽപ്പനയില്ല. ദൈവം അവനെ കൈക്കൊണ്ടിരിക്കുന്നുവല്ലോ. അതെ പൗലോസ് പറയാ, ഇവൻ എന്തായാലും നിങ്ങൾ കാര്യം, ദൈവം അവനെ എന്ത് ചെയ്തിട്ടുണ്ട്? അവന് ഈ നമ്പൂതിരി ആയാലും പിന്നെ ഈ പറയുന്ന പാരമ്പര്യ ക്രിസ്ത്യാനി ആയാലും ദൈവം അവനെ കൈകിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. നിങ്ങൾ എന്തിനാ അന്യോന്യം പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് പറയുക. പിന്നെ അടുത്ത മതി, ഇനി നമുക്ക് ബാക്കി സമയമില്ല. അതിന് 5-ാം വാക്യത്തിൽ അടുത്തൊരു വിഷയം കൂടെ അവരെടുക്കുക. പറഞ്ഞു 5-ാം വാക്യം, ഒരുവൻ ഒരു ദിവസത്തേക്കാൾ മറ്റൊരു ദിവസത്തെ മാനിക്കുന്നു. ഒരുത്തന്റെ പ്രശ്നം എന്താ? വേറെ കൂട്ടർ പറഞ്ഞു ശബത്തെന്ന് പറഞ്ഞു വെച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്യത്തില്ല,
ഞങ്ങളെ സംബന്ധിച്ച് ശബത്ത് ഭയങ്കര പ്രശ്നമുള്ളതാ, അതുകൊണ്ട് ഞങ്ങൾ അതിന് വില കൊടുത്ത് അവർ പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരിക്കുക. അന്നേരം മറ്റൊരു അവൻ ഈ ജാതിയിൽ നിന്ന് വന്നവന് ശബത്ത് എന്നാന്ന് പോലും അറിയത്തില്ല. വേറൊരുവൻ അവൻ എല്ലാ ദിവസവും ഒരുപോലെ ഇരിക്കുന്നവനാ. വേറൊരുവൻ സകല ദിവസങ്ങളെയും മാനിക്കുന്നു. ഒരുത്തൻ എന്ത് ചെയ്തു? ഇവന്മാർ ഈ യഹൂദന്മാരെല്ലാം വന്നിട്ട് അവർ ചിന്തിച്ച എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത് ജ്യൂസിന്റെ ഒരു ഭാഗമാണ്, അതുകൊണ്ട് ശബത്ത് ഡേക്ക് ഒരു പ്രത്യേകത ഉണ്ടെന്ന് വിചാരിച്ചത്. പൗലോസ് ഒന്നുമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവന്മാർ തമ്മിൽ പിന്നെ പ്രശ്നമാണ്. ഈ ശബത്ത് ദിവസം വരുന്ന ഉടനെ യഹൂദന്മാർ ഭയങ്കര ദൈവത്തെയൊക്കെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അവന്മാർ എന്താണ് നിങ്ങൾ ഈ കാണിക്കുന്നത്? പൗലോസ് പറയുക, നിങ്ങൾ അവിടെ അടുത്ത വാക്യം വായിച്ചു നോക്കി, എന്താ പറയുന്നത് നോക്കി. ഓരോരുത്തൻ താന്താന്റെ മനസ്സിൽ ഉറച്ചിരിക്കട്ടെ. അടുത്ത വാക്യം. ദിവസത്തെ ആദരിക്കുന്നവൻ കർത്താവിനായി ആദരിക്കുന്നു, തിന്നുന്നവൻ കർത്താവിനായി തിന്നുന്നു, അവൻ ദൈവത്തെ സ്തുതിക്കുന്നുവല്ലോ. തിന്നാത്തവൻ കർത്താവിനായി തിന്നാതിരിക്കുന്നു, അവനും ദൈവത്തെ സ്തുതിക്കുന്നു. ഇത്ര ഭാഷ നിങ്ങൾക്ക് എന്താ മനസ്സിലായേ? പൗലോസ് പറയുക, എന്റെ കുഞ്ഞുങ്ങൾ നിങ്ങൾ എന്തിനാ വഴക്കുണ്ടാക്കുന്നേ? അവൻ ദൈവത്തെ പറ്റി ഓർത്തിട്ടാ കഴിക്കാതിരിക്കുന്നേ. ഓക്കെ, മറ്റേ അതും കൊണ്ട് അവൻ ദൈവത്തെ സ്തുതിക്കുകയല്ലേ. നീ തിന്നുന്നതോ ഇതൊരു വിഷയമില്ലെന്ന് പറഞ്ഞാൽ നിനക്കറിയാവുന്നോ? നീയും ദൈവത്തെ സ്തുതിക്കുക. അവന്റെ ദിവസത്തെയോ അവൻ ദൈവത്തെ ഭയന്നിട്ട് ഒരു ദിവസത്തെ പ്രത്യേകമായിട്ട് കാണുന്നത്. അവൻ ചെയ്യട്ടെ, ദൈവത്തെ സ്തുതിക്കുകയല്ലേ. മറ്റവനോ, ഞാനിപ്പോൾ പറയുന്നത് ചില ആൾക്കാരാണ് ബർത്ത്ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചെയ്യാൻ പറ്റത്തില്ല. അത് പാരമ്പര്യമായിട്ട് നമ്മൾ എന്ത് ചെയ്തേക്കുക, പഠിച്ചു വന്ന ബർത്ത്ഡേ. ഞങ്ങളുടെ കൂട്ടത്തിലൊക്കെ ബർത്ത്ഡേ ഞങ്ങൾ ആഘോഷിക്കത്തില്ല ചെറുപ്പത്തിൽ. അത് നമ്മുടെ ട്രഡീഷണൽ ചർച്ചുകാർക്ക് ഭയങ്കര പേടിയാണ്. അത് പറഞ്ഞ അപ്പച്ചന്മാരൊക്കെ ഞങ്ങളെ പഠിപ്പിച്ചേക്കുന്നത് അത് നമ്മൾ ആചരിക്കാൻ പാടില്ല, അതൊക്കെ ജാതികളുടെ ഇതാണെന്ന് പറഞ്ഞിട്ട്. ഞാൻ അവൻ ആഗ്രഹിക്കുന്നത്, അവൻ ദൈവം ഒരു ദിവസം കൂടെ അവൻ എന്ത് ചെയ്തു, ദാനമായിട്ട് കൊടുത്തതിനായി ദൈവത്തെ സ്തുതിക്കുക. അവൻ സ്തുതിക്കുന്നെങ്കിൽ അവൻ സ്തുതിക്കട്ടെന്നേ, അവൻ ദൈവത്തെ സ്തുതിക്കുകയല്ലേ. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലായോ? അവൻ അങ്ങനെ ചെയ്തെങ്കിൽ ചെയ്യട്ടെന്നേ. അതുകൊണ്ട് പൗലോസ് പറയാം, ഇതിനെപ്പറ്റി നല്ല ബോധ്യമുള്ള ഒരുവനുണ്ട്, അവനാണ് സ്ട്രോങ് ബിലീവർ. സ്ട്രോങ് ബിലീവർ ചിലപ്പോൾ കഴിക്കും, ഈ ഭക്ഷണമൊക്കെ കഴിക്കും. സ്ട്രോങ് ബിലീവർ ചിലപ്പം ചില ദിവസങ്ങൾ ആചരിക്കാതിരിക്കും. കാര്യം ഇവന്മാർ വലിയ വിറച്ച് സാറ്റർഡേ എന്നൊക്കെ പറയുമ്പോൾ ശബത്ത് ഡേ എന്ന് പറയുമ്പം പൗലോസ് പറയാം, എൻ്റെ അച്ഛ എന്തോ തനിക്കറിയാം. പക്ഷേ ആ ബലഹീന വിശ്വാസിക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കില്ല. ബലഹീന വിശ്വാസി എന്ത് ചെയ്യല്ലേ, വിധിക്കരുത്, അവന് പ്രശ്നം ഉണ്ടാക്കരുത്. അവൻ ദൈവത്തെ ആത്മാർത്ഥമായിട്ട് അവൻ ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടി അവനത് ചെയ്യുന്നത്. അവൻ ചെയ്തോട്ടെന്നേ, പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ. എന്ന് താൻ ഇങ്ങോട്ട് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് ആ വിഷയത്തിലേക്ക് കടന്നു വരാം, സമയം കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് 13-ാം വാക്യത്തിൽ നിങ്ങൾക്ക് വീട്ടിൽ പോയി വായിച്ചാൽ മതി. ഇത് പൗലോസ് ഈ അധ്യായം നിങ്ങൾ വായിച്ചു വന്നാൽ വ്യക്തമായിട്ടോടെ താൻ പറയുന്നത് കാണാൻ സാധിക്കും. അതിന്റെ 13-ാം വാക്യം എന്ന് വെച്ചാൽ 14-13. അതുകൊണ്ട് നാം ഇനി അന്യോന്യം വിധിക്കരുത്, സഹോദരൻ ഇടർച്ചയോ തടങ്ങലോ വെക്കാതിരിപ്പാൻ മാത്രം ഉറച്ചുകൊള്ളു. താൻ അവസാനം ഇത് പറഞ്ഞിട്ട് കൺക്ലൂഡ് ചെയ്യുക, എന്ത് ചെയ്യല്ലേ, വെറുതെ എൻ്റെ സഹോദരന്മാരെ നിങ്ങൾ അന്യോന്യം എന്ത് ചെയ്യല്ലേ. എന്താ വെച്ചാൽ അവൻ ബർത്ത്ഡേ കേക്ക് മുറിച്ചു, അവൻ സന്തോഷം കൊണ്ട് ചെയ്തതാ. നീ അങ്ങോട്ട് വിധിക്കാതിരി, അല്ല ഒരുത്തനെ ആചരിക്കാതിരിക്കുക എന്ന് വിചാരിച്ചോ, അത് കുഴപ്പമില്ല, അവൻ്റെ ഇഷ്ടമാണ്. ഞാനിവിടെ പറയും, ചില ആൾക്കാർ പറയുമ്പോൾ ബർത്ത്ഡേ സഭയായിട്ട് പറഞ്ഞിട്ട് പറയാനുള്ളവർ പറയാം, സഭയായിട്ട് പ്രാർത്ഥിക്കാം. ആഗ്രഹമുള്ളവർ പറ, ഇല്ലാത്തവർ വേണ്ട. ചിലർക്ക് ആഗ്രഹമുണ്ട് ബർത്ത്ഡേ വാസ ഒന്ന് പ്രാർത്ഥിക്കണം, എന്താ സന്തോഷം. പലരും പറയാതിരിക്കുന്നെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾ അങ്ങനെ ചെയ്തോ. പറയുന്നവരെ ഞങ്ങൾ പബ്ലിക്കായിട്ട് എന്ത് ചെയ്യും, പറയുകയും ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യും. ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായല്ലോ. ഇവിടെ താൻ പറയും, അതുകൊണ്ട് അന്യോന്യം എന്ത് ചെയ്യല്ലേ, വിധിക്കരുത്. നമുക്ക് അന്യോന്യം വിധിക്കരുത്. സഹോദരന് 13-ാം വാക്യം, 14 chapter 14 verse 13 വായിച്ചത്. അതുകൊണ്ട് ഇടർച്ച ഉണ്ടാക്കാതെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ നിൽക്കണം. താഴോട്ട് പിന്നെ പൗലോസ് നിങ്ങൾ പറഞ്ഞ നിങ്ങൾക്ക് വായിക്കാം. 15-ാം വാക്യം ഒന്ന് വായിച്ചു വെച്ചാ, അല്ല 14 മുതൽ വാക്കിൽ പെട്ടെന്ന് വായിച്ചു പോയി. എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടോ. യാതൊന്നും സ്വതവേ മലിനമല്ല എന്ന് ഞാൻ കർത്താവായ യേശുവിൽ അറിഞ്ഞും ഉറച്ചുമിരിക്കുന്നു. പൗലോസ് ഒരു സ്ട്രോങ് ബിലീവറാ. താനെന്താ പറഞ്ഞത്? സ്വതവേ ഒന്നും മലിനമല്ല എൻ്റെ ചായമാരെ. അത് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു, ഞാൻ കർത്താവായ യേശുവിൽ അറിഞ്ഞും ഉറച്ചുമിരിക്കുന്നു. അടുത്തത്, വല്ലതും മലിനമെന്ന് എണ്ണുന്നവന് മാത്രം അത് മലിനമാകും. ഇത് വിഗ്രഹാർപ്പി വെച്ചാൽ കഴിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നീ കഴിക്കാൻ പാടില്ല. നീ മലിനമെന്ന് എണ്ണുകയാണെങ്കിൽ എന്താ, നിനക്ക് മാത്രമേ മലിനമുള്ളൂ. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, ദൈവം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എല്ലാം നല്ല കാര്യമാണ്. ഇനി അടുത്ത വാക്യം, നിന്റെ ഭക്ഷണം നിമിത്തം സഹോദരനെ വ്യസനിപ്പിച്ചാൽ നീ സ്നേഹപ്രകാരം നടക്കുന്നില്ല. ഒരു പ്രശ്നമുണ്ട്, ഇവൻ ചില കാര്യം മലിനമാണെന്ന് പറഞ്ഞ് കഴിക്കാതിരിക്കുക. എൻ്റെ ചേർത്തൊന്നും പ്രശ്നമില്ല. ഉടനെ ഇവൻ എന്താ പിന്നെ കാര്യം ചെയ്യാം, അവിടുത്തെ ഒരു ബിരിയാണിയൊക്കെ മേടിച്ചോണ്ട് ഈ പള്ളിയിൽ പോയിട്ട് അവിടുന്ന് മേടിച്ചോണ്ട് ഇങ്ങോട്ട് വന്നേച്ച് ചർച്ച വന്നിട്ട്, എടാ ഒരു പ്രശ്നമില്ല.
അന്ന് ഇവന് ആകെപ്പാടെ ചിന്തിച്ച് കഴിക്കാൻ പാടില്ലെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക. അവന്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന ആടാ ഇത് എന്തും പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് കഴിക്കാന്ന് വിചാരിക്കുക. എന്തോ സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ നീ എന്തെങ്കിലും പറഞ്ഞേക്കുന്നേ, സഹോദരനെ നീ വ്യസനിപ്പിച്ചാൽ. വായിച്ചു 15-ാം വാക്യം ഒന്നുകൂടെ ശ്രദ്ധിച്ച് വായിക്കോ. നിന്റെ ഭക്ഷണം നിമിത്തം സഹോദരനെ വ്യസനിപ്പിച്ചാൽ നീ സ്നേഹപ്രകാരം നടക്കുന്നില്ല. ആർക്കു വേണ്ടി ക്രിസ്തു മരിച്ചുവോ അവനെ നിന്റെ ഭക്ഷണം കൊണ്ട് നശിപ്പിക്കരുത്. അത് പറ്റും കേട്ടോ. ബിരിയാണി നല്ലതാ, പക്ഷെ നീ ബിരിയാണി കഴിച്ചപ്പം നിന്റെ സഹോദരനെ എന്ത് ചെയ്തു? നശിപ്പിച്ചു. നിന്റെ സഹോദരനെ എന്ത് ചെയ്തു? നശിപ്പിച്ചു. ഞാൻ നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? സഹോദരനെ നശിപ്പിച്ചു. അടുത്ത വാക്യം പൗലോസ് പറയുക. അടുത്ത വാക്യം വായിച്ചോ. നിങ്ങളുടെ നന്മയ്ക്ക് ദൂഷണം വരുത്തരുത്. നിങ്ങൾക്ക് നന്മയായിട്ട് വരുന്ന, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യല്ലേ? സഹോദരനെ കുറ്റം പെടുത്തി ദൂഷണത്തിന് കാരണമാക്കരുത്. അടുത്ത അന്ന് താന് വലിയൊരു തീരെ പറയുക. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും. നിയമം കൊണ്ടുവച്ചിട്ട് ഇവിടെ അടിയും പിടിയും ഉണ്ടാക്കുന്നതല്ല ക്രിസ്തീയ ജീവിതം. പൗലോസ് എന്താ പറയാ? എന്താ താൻ പറയുകയാണ്? ദൈവരാജ്യം എന്ന് പറയുന്നത് ഭക്ഷണമോ പാനീയമോ ഒന്നുമല്ല. അവിടെ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലെ സന്തോഷമാണ്. അല്ലെങ്കിൽ എന്താ പറയാ? ബീഫ് കഴിക്കുന്നവൻ ഒരു സൈഡില്, കഴിക്കാത്തവൻ. ഇവർ തമ്മിൽ ഭയങ്കര അടി. അവിടെ അവൻ ശരിയല്ല, അവൻ ബീഫ് കഴിക്കുന്നു. ഇവന്മാർ കേക്ക് മുറിച്ചേക്ക, ഞാൻ കണ്ടാ കഴിച്ച കേക്ക് മുറിച്ചിട്ട് ഇവന്മാരെല്ലാം പ്രശ്നം ഉണ്ടാക്കിയമാർ ഒരു കൂട്ടർ അങ്ങോട്ട്. നീ അങ്ങോട്ടും ഇങ്ങോട്ടും വിധിക്കാതിരിക്കുക. ഇതൊന്നുമല്ല ആത്മീയ ജീവിതം എന്ന് പറയുന്നത്. ദൈവരാജ്യം എന്ന് പറയുന്നത് എന്താണ്? അത് ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും. ഇത് അടിയ, അങ്ങോട്ടും ഇങ്ങോട്ടും വിധിച്ചിട്ട് അടിയ. നീതി സമാധാനം പരിശുദ്ധാത്മാവിലെ സന്തോഷവുമാണ്. ഇതാ. എന്നിട്ട് അടുത്ത വാക്യം, എന്റെ 19-ാം വാക്യം പെട്ടെന്ന് വായിച്ചു. അതിൽ വായിച്ചാൽ മനസ്സിലാവുന്ന, അതിൽ ക്രിസ്തുവിനെ സേവിക്കുന്നവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനും മനുഷ്യർക്ക് കൊള്ളാവുന്നവനും തന്നെ. ആകയാൽ നാം സമാധാനത്തിനും അന്യോന്യം ആത്മീക വർധനയ്ക്കും ഉള്ളതിന് ശ്രമിച്ചുകൊള്ളുക. സമാധാനത്തിനും അന്യോന്യം. അന്നേരം പൗലോസ് എന്നോട് പറഞ്ഞ ചുരുക്കം അറിയാമോ? ഏതൊക്കെ വന്നാലും സഭയുടെ ഐക്യതയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സഭയുടെ ഐക്യതയാണ് ഏറ്റവും. നീ നല്ല വചന പരിജ്ഞാനം ഉള്ളവനായിരിക്കാം, പക്ഷെ നീ ഒരു കാര്യം എന്ത് ചെയ്യണം? നീ അവൻ വീക്ക് ബിലീവർ ആണെന്ന് മനസ്സിലാക്കി അവനെ നീ എന്ത് ചെയ്യണം? കരുതണം. എന്നിട്ട് താഴോട്ട് വായിക്കുമ്പോൾ എന്നിട്ട് അതിനകത്തൊരു കാര്യം പറയുന്നുണ്ട്. അതിന്റെ 23-ാം വാക്യം, എന്നാൽ സംശയിക്കുന്നവൻ തിന്നുന്നുവെങ്കിൽ അത് വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കായികൊണ്ട് അവൻ 20-ാം വാക്യം വായിച്ചു പെട്ടെന്ന് മനസ്സിലാവും. ഭക്ഷണ നിമിത്തം ദൈവ നിർമ്മാണത്തെ അഴിക്കരുത്. ഭക്ഷണ നിമിത്തം എന്ത് ചെയ്യാം? ദൈവസഭയെ വേണേ അഴിക്കാം, അടി ഉണ്ടാക്കാം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിധിച്ച്. അടുത്ത് എല്ലാം ശുദ്ധം തന്നെ, എങ്കിലും ഇടർച്ച വരുത്തുമാറ് തിന്നുന്ന മനുഷ്യന് അത് ദോഷമത്രേ. ഇടർച്ച വരുത്തുമാറ്, കൂട്ടു സഹോദരന് ഇടർച്ച വരുത്തുമാറ് ഭക്ഷിക്കുന്നെങ്കിൽ അത് ദോഷമത്രേ. മാംസം തിന്നാതെയും വീഞ്ഞു കുടിക്കാതെയും സഹോദരന് ഇടർച്ച വരുത്തുന്ന യാതൊന്നും ചെയ്യാതെയും ഇരിക്കുന്നത് നല്ലത്. സഹോദരൻ, നിന്റെ കൂട്ടു സഹോദരന് ഇടർച്ച വരുത്തുന്നതൊന്നും ചെയ്യരുത്. നീ ഒരു സ്ട്രോങ് ബിലീവറാ, നിനക്ക് നല്ല ബോധ്യമുണ്ട് വിഷയത്തെ പറ്റി. പക്ഷെ നീ എന്ത് ചെയ്യാൻ പാടില്ല? കൂട്ടു സഹോദരന് ഇടർച്ച വരുത്. അതുകൊണ്ടാണ് 15, ഞാൻ സമയത്തോണ്ട് വെച്ചായിരിക്കും ബാക്കി വായിക്കുന്ന സമയം 15-ന്റെ 1 നമ്മൾ വായിച്ചത്. എന്നാൽ ശക്തരായ നാം ബലഹീനതകളെ ചുമക്കുകയും നമ്മിൽ തന്നെ പ്രസാദിക്കാതിരിക്കുകയും. എനിക്കച്ചാ ഭയങ്കര നോളജാ, അതുകൊണ്ട് ഞാൻ പ്രസാദിക്കുകയല്ല. അവന്റെ വേദനകളെ, അശക്തന്മാരുടെ വേദനകളെ ഞാൻ ചുമക്കുന്നവനായിരിക്കണം. യേശു കർത്താവ് എന്താ ചെയ്തത്? അശക്തരായ നമ്മളുടെ വേദനകളെ അവൻ ചുമന്നതുപോലെ. നമ്മൾ ഈ വാക്യത്തിൽ വായിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ ബലഹീനതകളെ അവൻ ചുമന്ന് നമുക്ക് വേണ്ടി ക്രൂശിന്മേൽ കയറിയതുപോലെ നമ്മുടെ ബലഹീനതകളെ ചുമക്കണം. ഇവിടുത്തെ ഈ നിയമം എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഉള്ള വിഷയങ്ങളിൽ, ഞാൻ ഒന്നുകൂടെ പറയാൻ ശ്രദ്ധിച്ച് കേട്ടോണം. നമുക്ക് തിരുവചനം ശരി തെറ്റെന്ന് പറയാത്ത വിഷയത്തില് അതിന്റെ ബേസിക് നിയമം എന്ന് പറയുന്നത്, യഥാർത്ഥ വചന പരിജ്ഞാനമുള്ളവന് ചില കാര്യങ്ങളെ പറ്റി നല്ല ബോധ്യം കാണാം. നമ്മൾ ശ്രദ്ധിച്ചു വേണം. ചിലർക്ക് ഈ വിഷയത്തെ പറ്റി ബോധ്യം കാണത്തില്ലായിരിക്കാം. പക്ഷേ ഇവര് തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകരുത്. ശക്തനായവൻ അശക്തനായവന്റെ ബലഹീനതയെ ചുമന്നിട്ട് അവന്റെ ആത്മീക വർധനയ്ക്കുള്ളത് അവൻ ശ്രമിക്കണം. ഞാൻ മനസ്സിലായോ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനിപ്പം ബർത്ത്ഡേ ആഘോഷിക്കുന്നില്ല, ഓക്കെ, വേണ്ട. പതുക്കെ അവനോട് പറഞ്ഞു കൊടുക്കണം. വചനത്തിന്റെ ആഴം അവന്റെ ഉള്ളിൽ കയറുമ്പോൾ, വചനത്തിന്റെ ശക്തി അവന്റെ ഉള്ളിൽ കയറുമ്പോൾ പരിശുദ്ധാത്മാവ് അവന് ബോധ്യം വരുത്തും. എന്താണെന്നറിയോ? ദിവസത്തിലൊന്നും അവൻ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയല്ലേ ചെയ്യുന്നത്, കുഴപ്പമൊന്നുമില്ല. ഈ വിഗ്രഹത്തെ പറ്റി പറയുമ്പോൾ ഇതുപോലെ തന്നെ പറയും. ഞാൻ പെട്ടെന്ന്, എനിക്കറിയത്തില്ല ഇനി അത് എവിടെ തീർക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. പൗലോസ് ഈ വിശ്വാസികളോടുള്ള മനോഭാവത്തെ പറ്റിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏത് വിഷയവും
വചനം ശരി തെറ്റെന്ന് പറയാത്ത വിഷയത്തിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് എൻ്റെ കൂട്ടു സഹോദരനോട്? അവനെ ആത്മീയമായി വളരാനാണോ ഞാൻ ആഗ്രഹിക്കുന്നത്, അതോ അവനുമായിട്ട് വിധിച്ചിട്ട് അടിയുണ്ടാക്കി സഭയുടെ സമാധാനം കളയാൻ വേണ്ടിയാണോ ആഗ്രഹിക്കുന്നത്? ഇത് അദ്ദേഹം നമ്മളോട് ചോദിക്കുന്നത്. നമുക്ക് ഇനി ഇതിന്റെ ആത്മീയ പ്രിൻസിപ്പിൾ പറഞ്ഞല്ലോ. ഇനിയും ഈ വിഗ്രഹാർപ്പിതത്തെ പറ്റി പറയുമ്പോൾ അടുത്ത വാക്യത്തിൽ പെട്ടെന്ന് പറഞ്ഞ് ഞാൻ ആ വിഷയം നിങ്ങളുടെ ചിന്തയ്ക്ക് വേണ്ടി വിട്ടേക്കാം. 1 കൊരിന്ത്യൻസ് ചാപ്റ്റർ. ഇനിയും ഇതിപ്പം വിഗ്രഹാർപ്പിതത്തെ പറ്റി ജനറലി പറഞ്ഞതല്ലെങ്കിലും ബേസിക് നിയമം ഒന്ന് തന്നെയാണ്. എന്താണെന്നറിയാമോ? നമ്മുടെ മനസ്സാണ് ഇതിന്റെ പിമ്പില്. ഞാൻ ജനിച്ചു വളർന്നു വന്ന സാഹചര്യങ്ങളിൽ കൂടെ എൻ്റെ മനസ്സിന്റെ ഉള്ളില് എനിക്കൊരു കാര്യം തെറ്റാണെന്ന് തോന്നുന്നത് നിനക്ക് തോന്നുന്നു. എന്നാൽ ആത്മീയ പക്വതയുള്ളവൻ എന്ത് ബോധ്യം വരും? ഇതല്ല കാര്യം, ഇതൊന്നുമില്ല. പൗലോസ് പറയുന്നത് നമുക്ക് പെട്ടെന്ന് വാക്കിയെടുപ്പ്. 1 കൊരിന്ത്യർ 10 അധ്യായത്തിന്റെ ഞാൻ ഈ വിഗ്രഹാർപ്പിതത്തെ പറ്റി പറയുക. അവിടെ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം. അതിന്റെ 19 വാക്യം ഒന്ന് വായിച്ചു. 19 മുതലുള്ള വാക്യം. വിഗ്രഹാർപ്പിതം വല്ലതുമാകുന്നുവെന്നോ? ശ്രദ്ധിക്കണം. വിഗ്രഹാർപ്പിതം വല്ലതുമാകുന്നുവെന്നോ? വിഗ്രഹം വല്ലതുമാകുന്നുവെന്നോ? വിഗ്രഹം വല്ലതുമാകുന്നുവെന്നോ? അല്ല, ജാതികൾ ബലി കഴിക്കുന്നത് ദൈവത്തിനല്ല, ഭൂതങ്ങൾക്ക് കഴിക്കുന്നു എന്നത്രേ. എന്നാൽ നിങ്ങൾ ഭൂതങ്ങളുടെ കൂട്ടാളികളാകുവാൻ എനിക്ക് മനസ്സില്ല. നിങ്ങൾക്ക് കർത്താവിന്റെ പാനപാത്രവും ഭൂതങ്ങളുടെ പാനപാത്രവും കുടിപ്പാൻ പാടില്ല. നിങ്ങൾക്ക് കർത്താവിന്റെ മേശയിലും ഭൂതങ്ങളുടെ മേശയിലും അംശികളാകുവാനും പാടില്ല. ശ്രദ്ധിക്കുക. ഇവിടെ പൗലോസ് ഒരു കാര്യം പറഞ്ഞത് വളരെ ശ്രദ്ധിക്കണം. അതിന്റെ വേഴ്സ് 19 നമ്മൾ വായിച്ചത്. വേഴ്സ് 19 നിങ്ങൾ വായിച്ചത് എന്താ താൻ ചോദിക്കുന്നത്? വാട്ട് ഐ സേ then that idol is anything or which is offered in sacrifice to idols is anything? അടുത്ത വാക്യം തുടങ്ങുന്നത് എങ്ങനെയാ? നോ. നിങ്ങൾ വായിച്ച എന്താ പറഞ്ഞേക്കുന്നത്? വിഗ്രഹാർപ്പിതം ഒന്നുമില്ലെന്നും. പൗലോസ് എന്താ പറഞ്ഞേ? വിഗ്രഹാർപ്പിതം ഒന്നുമില്ല, വിഗ്രഹം എന്തില്ല? ഒന്നുമില്ല. നിങ്ങൾ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അതാ ഞാൻ പറഞ്ഞത്. നമ്മളെപ്പോഴും കോണ്ടക്സ്റ്റ് അനുസരിച്ചിട്ട് വേണം വിഷയങ്ങളെ മനസ്സിലാക്കാൻ. ഇവിടെ പൗലോസ് ഇത് പറഞ്ഞിട്ടൊരു കാര്യം തൊട്ട് മുമ്പിൽ പറയുന്നതെന്ന് അറിയാമോ? 14 വാക്യത്തിൽ വായിക്കുമ്പോൾ അതുകൊണ്ട് പ്രിയമാരെ വിഗ്രഹാരാധന വിട്ട് വിഗ്രഹാരാധനയുടെ പറ്റി പറയുകയാണ്. അതിന് നിങ്ങൾക്ക് 7 വാക്യത്തിൽ വായിച്ചാലും കാണാൻ സാധിക്കും. നിങ്ങൾ അവരെപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യില്ല? വിഗ്രഹാരാധികളാകരുത്. വിഗ്രഹാരാധനയോട് ചേർന്ന് ഞാൻ പറഞ്ഞ സമയത്തോണ്ട് ഞാൻ പറഞ്ഞു പോവുക. ഇതെല്ലാം വിശദീകരിക്കേണ്ട കാര്യമാണ്. അടുത്ത സമയം ഉണ്ടെങ്കിൽ ഞാൻ വിശദീകരിക്കാം. വിഗ്രഹാരാധനയെ പറ്റി പറഞ്ഞിട്ട് പറയുക, വിഗ്രഹാരാധനയോട് ചേർന്ന് വിഗ്രഹം ഏതുമില്ല, വിഗ്രഹാർപ്പിതവും ഏതുമില്ല, പക്ഷേ നിങ്ങള് കർത്താവിന്റെ മേശയിലും ഭൂതങ്ങളുടെ മേശയിലും കൂട്ടാളികളാകുവാൻ എനിക്ക് മനസ്സില്ല. നിങ്ങൾ ദൈവത്തിന്റെ കോപം ജ്വലിപ്പിക്കുന്നവരാകും. ഇപ്പൊ പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകത്തില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പറഞ്ഞതിന്റെ അർത്ഥം പൗലോസ് പറയും വിഗ്രഹാർപ്പിതം വിഗ്രഹമൊന്നുമില്ല, പക്ഷെ വിഗ്രഹാരാധനയോട് ചേർന്ന് നിങ്ങൾ വിഗ്രഹാർപ്പിതം ഭക്ഷിച്ചാൽ തൊട്ടുപോയി. ഇവിടെ കൂട്ടായ്മയെ പറ്റിയാണ് പറയുന്നത്, ഫെലോഷിപ്പിനെ പറ്റിയാണ്. നിങ്ങൾ ആ വാക്യം വായിച്ചാൽ കാണുന്നത്. എന്ത് ചെയ്തു? ഒരപ്പത്തിന്റെ അംശികളായി നമ്മൾ എന്ത് ചെയ്യുന്നു? അവന്റെ ശരീരത്തിന്റെ, നിങ്ങൾ വാക്യം കൊണ്ട് വായിച്ചായിരുന്നു, ഫെലോഷിപ്പിനെ പറ്റിയാണ് പറയുന്നത്. അതിന്റെ 16 വാക്യം വായിച്ചേ. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലേ? ഇവിടെ താൻ പറയുകയാണ്, നമ്മൾ ആരാധനയോടുള്ള ബന്ധത്തിൽ അപ്പവീഞ്ഞുകൾ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മളൊരു ഫെലോഷിപ്പിലേക്ക്, ഒരു കൂട്ടായ്മയിലേക്ക് വരിക. ആരാധനയിൽ ആ കൂട്ടായ്മയിലേക്ക് വരുമ്പോൾ ദൈവവുമായിട്ട് അവന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയാണ്, അവന്റെ രക്തത്തിന്റെ കൂട്ടായ്മയാണ്, നമ്മളൊരു ശരീരമാകുന്ന കൂട്ടായ്മയാണ്. ഇങ്ങനെ വരുന്ന നമ്മളോട് പറയുകയാണ്, യാഗപീഠത്തിന്മേൽ ശുശ്രൂഷിക്കുന്നവർ യാഗപീഠത്തിന്റെ കൂട്ടാളികൾ. അടുത്ത വാക്യം സമയം അതുകൊണ്ട് വായിക്കുന്നത്, അവിടെ വായിച്ചാൽ മതി. യാഗപീഠത്തിന്മേൽ ശുശ്രൂഷിക്കുന്നവർ ഏതിന് കൂട്ടാളികളാ? വായിച്ചു വെച്ചോ വാക്യം, ആരും കേട്ടിട്ടില്ലെന്നു. അതിന്റെ 18 വാക്യം. ജഡപ്രകാരമുള്ള ഇസ്രായേലിനെ നോക്കുവിൻ. യാഗങ്ങൾ ഭുജിക്കുന്നവർ യാഗപീഠത്തിന്റെ കൂട്ടാളികളല്ലേ? യാഗം ചെയ്യുന്ന സമയത്ത് അവിടെ യാഗവസ്തു വെച്ചിട്ട് അതിന്റെ എടുത്ത് മുറിച്ച് ആ ആരാധന സമയത്ത് കഴിക്കുന്നവൻ അതിനെന്താണ്? കൂട്ടാളികളാ. ഈ ഹാവിങ് എ ഫെലോഷിപ്പ്, ഒരു കമ്മ്യൂണിയൻ അവിടെ ഉണ്ട്. അതുപോലെ പറയുക, വിഗ്രഹാരാധന നടക്കുന്ന സ്ഥലത്ത് എന്നിട്ട് അവിടെ ചെന്ന് ആരാധിച്ചേച്ച് അവന്മാരുടെ കൂടെ നിന്നേച്ച് ഇത് കിട്ടി എന്റെ വിഗ്രഹാർപ്പിതമൊന്നുമില്ല, സൂപ്പറാ, വിഗ്രഹം വന്നിരുന്ന് പൗലോസ് പറഞ്ഞിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് ഈ വിഗ്രഹാരാധനയുടെ കാതോട് കയറി നിന്നേച്ച് ഇതെല്ലാം കൊണ്ട് എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ നീ അവരുമായിട്ട് കൂട്ടായ്മയാകുകയാണെന്ന് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? കാര്യങ്ങൾ ഇവിടുത്തെ കർത്താവിനെ ഒന്ന് സൂചിച്ചാൽ മനസ്സിലാവുന്നറിയാൻ വേണ്ടിയാ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഗ്രഹാരാധനയോട് ചേർന്ന്
വിഗ്രഹാർപ്പിതം ഭക്ഷിച്ചാൽ അതിന് കൂടുതൽ എന്നിട്ട് നമ്മളൊരു അമ്പലത്തിൽ പോയി അവിടെ നിന്ന് ഭയങ്കര പരിപാടിയൊക്കെ നമ്മളും കൂടുതൽ കയറി വന്നു. അവിടെ എല്ലാം കൂട്ടും മണിയൊക്കെ അടിച്ചു പറഞ്ഞതിന് ശേഷം വിഗ്രഹാർപ്പിതം കൊടുത്ത് നമ്മളും അമ്മാർ കഴിക്കുന്ന കൂടി നമ്മളും കൂടുതൽ നിന്ന് കഴിച്ചു. അതെന്ത് ചെയ്യുന്നത്? വിഗ്രഹാരാധനയോടനുബന്ധിച്ച് നമ്മൾ എന്ത് ചെയ്യുക? ഈ ഫെലോഷിപ്പിൽ ബന്ധമായി കഴിയുമ്പോൾ നമ്മൾ എന്താ സംഭവിക്കുന്നത് പറയുന്നത്? നമ്മൾ അത് ദൈവത്തെ കോപിപ്പിക്കുന്നതാണ്. പക്ഷെ പൗലോസ് പറയുന്ന കാര്യം മറന്നു പോകല്ല. വിഗ്രഹാർപ്പിതം ഏതുമില്ല, വിഗ്രഹം ഏതുമില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് രണ്ടും ഒന്നുമില്ല. പക്ഷേ ഒറ്റ കണ്ടീഷൻ തിരുവചനം പറയുന്നുണ്ട്, വിഗ്രഹാർപ്പിതം ഒഴിവാക്കുവാൻ. അത് വിഗ്രഹാരാധനയോട് ബന്ധപ്പെട്ട് അതിന്റെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ വിഗ്രഹാർപ്പിതം ഭക്ഷിച്ചാൽ നമ്മൾ ഫെലോഷിപ്പ് മാറിപ്പോവുക, ദൈവത്തിന്റെ കോപം വിളിച്ചു വരുത്തുക. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായല്ലോ. രണ്ടാമത് ഞാൻ ഇനി പെട്ടെന്ന് വാക്യം എടുക്കാം ഇതിനെപ്പറ്റി തന്നെ. 8-ാം അധ്യായം പെട്ടെന്ന് ഒരു 5 മിനിറ്റ് കൊണ്ട് ഞാൻ വാക്യം, ബാക്കി നിങ്ങൾ വീട്ടിൽ പോയി ചിന്തിച്ചാൽ മതി. 8-ാം അധ്യായത്തിൽ ഇപ്പൊ നമ്മൾ എന്തിന്റെ കാര്യം പറഞ്ഞത്? വിഗ്രഹാരാധന വിട്ടോടുവിൻ. നമ്മളിപ്പോ വായിച്ച വാക്യം ഏതായിരുന്നു? വിഗ്രഹാരാധനയെ പറ്റിയാ പറഞ്ഞത്. നിങ്ങൾ ആ വാക്യം വായിച്ചല്ലോ, ഓർമ്മ 10:14 തുടങ്ങുന്നു. അതുകൊണ്ട് പ്രിയന്മാരെ നിങ്ങൾ എന്ത് ചെയ്യണം? വിഗ്രഹാരാധന വിട്ടോടുവിൻ. വിഗ്രഹാരാധനയ്ക്കകത്ത് നിങ്ങൾ കയറി ഇതെല്ലാം കൂടെ കഴിച്ചു കഴിഞ്ഞാൽ ദൈവകോപം വരുത്തി വെക്കുക. നിങ്ങൾ ഭൂതങ്ങളുടെ മേശയിൽ നിങ്ങൾക്ക് പങ്കാളികളാകാൻ പാടില്ല. എന്നാൽ വിഗ്രഹാർപ്പിതത്തെ പറ്റി പൗലോസ് പറയുന്ന അധ്യായമാണ് 8-ാം അധ്യായം. 8-ാം അധ്യായത്തിന് 1-ാം വാക്യം ഒന്ന് വായിച്ചത്. വിഗ്രഹാർപ്പിതങ്ങളുടെ കാര്യം പറഞ്ഞാലോ ഇപ്പൊ ഇവിടെ എന്താ പറയുന്നത്? ഫുഡ് എന്താ കുഞ്ഞുങ്ങൾ? 8-ാം അധ്യായത്തിന് 1-ാം വാക്യം എന്താ പറയുന്നത്? ഫുഡ് സാക്രിഫൈസ്ഡ് ടു ഐഡൽസ്. ഇപ്പം മറ്റേതെന്തോ വിഗ്രഹാരാധനയെ പറ്റിയാ പറഞ്ഞത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? വിഗ്രഹാരാധനയോട് അനുബന്ധിച്ച് ഉള്ള വിഗ്രഹാർപ്പിതം ഭക്ഷിച്ചാൽ നമ്മൾ അവരുടെ കൂട്ടായ്മയ്ക്കകത്ത് പങ്കാളികളാകുകയാണ്, നമ്മൾ കർത്താവിന്റെ കോപം വരുത്തി വെക്കുകയാണ്. എന്നാൽ പൗലോസ് 8-ാം അധ്യായത്തിൽ പറയുകയാണ് വിഗ്രഹാർപ്പിതങ്ങളുടെ കാര്യം മാത്രം പറഞ്ഞാലോ? വായിച്ചു വെച്ചാ നമുക്ക് എല്ലാവർക്കും അറിവുണ്ട്. പൗലോസ് പറയാ തന്റെ കാര്യം നമുക്ക് എല്ലാവർക്കും എന്തുണ്ട്? അറിവുണ്ട്. അറിവ് ചീർപ്പിക്കുന്നു. പക്ഷെ പ്രശ്നം എന്താണെന്നറിയോ? ഷേടാവേ മുമ്പ് പൗലോസ് പറഞ്ഞ പോലെ വിഗ്രഹാർപ്പിതം ഏതുമില്ല, വിഗ്രഹം ഏതുമില്ല. അടുത്ത വായിച്ചു വെച്ചാ സ്നേഹമോ ആത്മീക വർധന. പ്രശ്നം ഇതാ, വിഗ്രഹാർപ്പിതം കഴിക്കുന്ന കാര്യം വന്നു കഴിഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ 2 കൂട്ടർ വിശ്വാസികളുണ്ട്. ഒന്നാരാണ്? അറിവുള്ള വിശ്വാസിയുണ്ട്, ഈ ബലഹീന വിശ്വാസിയുണ്ട്. ബലഹീന വിശ്വാസിക്ക് അറിയാം, എൻ്റെ അച്ഛാ ഇത് വല്ലതും അവിടെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് റമദാൻ കൊണ്ട് തന്നതാ, കഴിച്ചാൽ വല്ലതും പറ്റുമോ പാസ്റ്ററെ? വല്ലതും കഴിച്ചാൽ വല്ലതും പറ്റുമോ പാസ്റ്ററെ എന്നുള്ള ഒരു വിശ്വാസി. ബലഹീന വിശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അറിയത്തില്ല. അവരുടെ കേട്ടു നമ്മൾ പലപ്പോഴും നമ്മുടെ ചിന്തകളൊക്കെ ഉണ്ടാകുന്നത് മറ്റു പാസ്റ്റേഴ്സ് പറയുന്നതും മറ്റവരുടെ പ്രസംഗവും ഒക്കെ കേട്ടിട്ടാ നമ്മുടെ ഉള്ളിൽ ശരിയാണോ തെറ്റാണോ എന്നുണ്ടാകുന്നത്. ഓരോ വിഗ്രഹാർപ്പിതങ്ങളോ അത് ഏതുമില്ല, വിഗ്രഹവും ഏതുമില്ല. ഒറ്റ കാര്യമുണ്ട്. പക്ഷേ വിഗ്രഹാർപ്പിതത്തെ പറ്റി പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ, നമുക്കെല്ലാവർക്കും അറിവുണ്ട്. സ്നേഹമോ എന്ത് ചെയ്യണം? അറിവ് നിങ്ങളെ ഉണ്ടാക്കും, സ്നേഹമോ നിനക്ക് ഇതിനെപ്പറ്റി ബോധമുണ്ടെങ്കിൽ, സ്നേഹത്തോടെയാണ് നിനക്ക് അറിവുണ്ടെന്നുണ്ടെങ്കിൽ നീ ആത്മീയ വർധന വരും. അതെങ്ങനെ അതോട്ട് വായിക്കുന്നുണ്ട്. അതിന്റെ ഒരു വാക്യം 8-ാം അധ്യായത്തിൽ തന്നെ 8-ാം അധ്യായത്തിന്റെ അതിന്റെ 6-ാം വാക്യം ഒന്ന് വായിച്ചു. അതിന്റെ 7-ാം വാക്യം. എന്നാൽ എല്ലാവരിലും ഈ അറിവില്ല. ശ്രദ്ധിക്കുക, എന്നാല് എല്ലാവരിലും എന്തോ അറിവാ? തൊട്ട് പുറകിലത്തെ വാക്യത്തിൽ പറയുക, ദൈവം എന്താ ഏക കർത്താവേ നമുക്കുള്ളൂ. ആ അറിവ് എന്താന്ന് തൊട്ട് വായിച്ചു നോക്കിയേ. അതിന്റെ 4-ാം വാക്യം ഒന്ന് വായിച്ചു വെച്ചാ. വിഗ്രഹാർപ്പിതങ്ങളെ തിന്നുന്നതിനെ കുറിച്ചോ ലോകത്തിൽ വിഗ്രഹം ഏതുമില്ല എന്നും ഏക ദൈവമല്ലാതെ ദൈവമില്ല എന്നും നാം അറിയുന്നു. പൗലോസിന്റെ ഭയങ്കര ജ്ഞാനമാ. വിഗ്രഹാർപ്പിതങ്ങളായിട്ട് പറയാം, ലോകത്തിൽ വിഗ്രഹം എന്തില്ല? ഏതുമില്ല. അങ്ങനെ ആകുമ്പോ വിഗ്രഹാർപ്പിതോ ഒന്നുമില്ല. അത് ആർക്കറിയാം? നമ്മക്കറിയാം. പക്ഷെ 7-ാം വാക്യത്തിൽ പറയുക, എന്താ പറഞ്ഞത്? വേഴ്സ് 7, എന്നാൽ എല്ലാവരിലും ഈ അറിവില്ല. അങ്ങനത്തെ കുറെ കൂട്ടരുണ്ട്. ഏതാ ഇതിനെപ്പറ്റി അറിവില്ല, എന്നാൽ എല്ലാവരിലും ഈ അറിവില്ല. ചിലർ ഇന്നുവരെ വിഗ്രഹ പരിചയം ഹേതുവായി വിഗ്രഹാർപ്പിതം എന്ന് വെച്ച് തിന്നുന്നു. ചിലരുടെ പ്രശ്നം എന്തുവാ? ചിലരുടെ പ്രശ്നം വെച്ചാൽ അവർക്ക് അറിവില്ല. അപ്പൊ ആരുടെ കുഴപ്പമോ? ഇത് കഴിച്ചവന്റെ കുഴപ്പമാണോ കഴിക്കാത്തതിന്റെ കുഴപ്പമാണോ? കഴിക്കരുതാണോ കഴിക്കണ്ടെന്നാണോ പൗലോസ് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാരുണ്ട്, അവർ തോന്നുന്നു അച്ഛാ ഇത് ആ പാസ്റ്റർ പറഞ്ഞു ഇത് ഇതിൻ്റെ അകത്ത് മറ്റേ മന്ത്രം കെട്ടി വെച്ചിട്ടുണ്ട്, ഇങ്ങോട്ടും ഒരു ചുക്കും ഇല്ല. അത് ആർക്കാന്നറിയാവോ?
ആത്മീയ പക്വതയുള്ളവന്, നോളജ് ഉള്ളവന്. ഒരു മന്ത്രവും ഇല്ല, ഒരു തന്ത്രവും ഇല്ല, ഒരു കുന്തവും ഇല്ല. പക്ഷെ ഒരു കാര്യം പറയാം, ഉണ്ടെന്ന് വിശ്വസിച്ചാൽ നിന്നെ മണ്ട ഇതെല്ലാം കയറുകയും ചെയ്യും. ഞാൻ പറഞ്ഞ മനസ്സിലായത് നിങ്ങൾക്ക്? ഇവിടെ ദൈവത്തിന്റെ ആത്മ വളരെ വ്യക്തമായിട്ട് പൗലോസിലൂടെ പറയുകയാണ്, ഒന്നുമില്ല. എന്നിട്ട് അതവിടെ പെട്ടെന്ന് വായിച്ചു. അവിടെ പറയുന്നത് ആഹാരം നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നില്ല, തിന്നാഞ്ഞാൽ നമുക്ക് നഷ്ടവുമില്ല. ഏത് വാക്യം വെച്ചാൽ വായിക്കുന്നത്? അവരുടെ മനസാക്ഷി ബലഹീനമാകിയാൽ. ശ്രദ്ധിക്കുക, നിങ്ങൾ ശ്രദ്ധിച്ചോണോ? 7ഉം 8ഉം വാക്യങ്ങൾ. 8ാം വാക്യത്തിൽ പറയുകയാണ്, അവരുടെ മനസാക്ഷി ബലഹീനമാകിയാൽ മലിനമായി തീരുന്നു. എന്താ പ്രശ്നം? ഫുഡിന്റെ പ്രശ്നമല്ല, അവരുടെ മനസാക്ഷിയുടെ പ്രശ്നമാണ്. പൗലോസ് പറയാ, എനിക്ക് ഇതിനെപ്പറ്റി അറിയാം, അവർക്ക് ഇതിനെപ്പറ്റി നോളജ് ഇല്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്യും? അവരിത് കഴിച്ചു കഴിയുമ്പോൾ അവരുടെ മനസാക്ഷി മലിനമായി തീരുന്നു. ഇനി വായിച്ചു. എന്നാൽ ആഹാരം നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നില്ല, തിന്നാഞ്ഞാൽ നമുക്ക് നഷ്ടമില്ല, തിന്നാൽ ആദായവുമില്ല. എന്നാൽ നിങ്ങളുടെ ഈ സ്വാതന്ത്ര്യം ബലഹീനന്മാർക്ക് യാതൊരു വിധത്തിലും തടങ്ങലായി വരാതിരിപ്പാൻ നോക്കുവിൻ. എന്താ വിഷയം? ഇത്രേ ഉള്ളൂ. ബലഹീന വിശ്വാസിയുണ്ട്, അവൻ ഇങ്ങോട്ട് പേടിച്ചു ഇതിങ്ങനെ കഴിക്കാമോ, ഇങ്ങനെ കഴിച്ചു എന്നാൽ വല്ലതും പറ്റുമെന്ന് വെച്ചാൽ, എടാ നീ അവിടെ പോയി കഴിച്ചോടാ, ഒരു പ്രശ്നമില്ല. ഇവൻ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇവൻ ഇല്ലാത്ത എല്ലാ പ്രശ്നവും ഉണ്ടാവും. കാര്യം ഇവന്റെ മനസ്സെന്താണ്? ബലഹീനമായി. ഇന്ന് പൽക്കാലം ഞാൻ പറയട്ടെ, നമ്മുടെ മനസ്സാക്ഷി ഉറപ്പുള്ളതാണെങ്കിൽ, വചനത്തിൽ സ്ട്രോങ് ആണെങ്കിൽ, ഞാൻ ക്രിസ്തുവിൽ കൂടെ എനിക്ക് മനസ്സിലാകുന്ന കാര്യം, ലോകത്തിൽ വിഗ്രഹം ഏതുമില്ല, വിഗ്രഹാർപ്പിതം ഏതുമില്ല, ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നമ്മളെ സംബന്ധിച്ച് ഒരു കാര്യം നമുക്ക് പറയാം, നമ്മൾ മനസ്സാക്ഷിയിൽ സ്ട്രോങ് ആണെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് ഇടർച്ചയാകരുതെന്ന് മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത വാക്യം, ഇതിന്റെ ഒരു ഉദാഹരണം പറയാം. അതോട്ട് വായിച്ചു പെട്ടെന്ന്. അറിവുള്ളവനായ നീ ക്ഷേത്രത്തിൽ ഭക്ഷണത്തിന് ഇരിക്കുന്നത്. ക്ഷേത്രത്തിൽ ഒരു വലിയ ഉത്സവമൊക്കെ നടത്തി, അല്ല ഇവിടെ പള്ളിയിൽ റമദാൻ സമയത്ത് പള്ളിയിൽ എല്ലാവരും നോക്കി കഴിഞ്ഞപ്പോൾ അവിടുത്തെ ബിരിയാണി ഇരിക്കുന്നു. കുറെ ആൾക്കാർ പോയിരിക്കുന്നു, ഞാനും പോയിരുന്നു. അവിടെ ഇരുന്ന് ബിരിയാണി അടിക്കുകയെന്ന് വിചാരിച്ചു. ഇവിടെ ക്യൂ ആയിട്ടിരുന്നു, ക്ഷേത്രത്തിൽ ഇരിക്കുന്ന പോലെ ബിരിയാണി അവിടെ കൊടുക്കുന്ന കൊണ്ടുപോയി അവിടെ കയറി ഇരുന്ന് കഴിക്കുക. ഉടനെ നോക്കിയാണ് പാസ്റ്റർ കയറി ബിരിയാണി കഴിക്കുന്നു. അന്നേരം ഈ ബലഹീന വിശ്വാസി, ഇവന് അവിടുന്ന് വിശ്വാസത്തിൽ വന്നതാ, ഇതൊക്കെ ഇട്ടേച്ച് വന്നതാ. ഉടനെ അവൻ നോക്കിയപ്പോ എന്താ ഇരിക്കുന്നത്? പാസ്റ്റർ കയറി ഇരുന്ന് പള്ളിയിലെ ഇതിനകത്ത് കയറി ഇരുന്ന് ബിരിയാണി അടിക്കുന്നു. വായിച്ചു അത് അങ്ങനെ വായിച്ചാൽ മതി. ഒരുത്തൻ കണ്ടാൽ ബലഹീനനെങ്കിൽ അവന്റെ മനസാക്ഷി വിഗ്രഹാർപ്പിതങ്ങളെ തിന്നുവാൻ. അവന്റെ മനസാക്ഷി, വീണ്ടും ശ്രദ്ധിക്കുക, എന്താ വാക്ക് എഴുതിയിരിക്കുന്നത്? അവന്റെ മനസാക്ഷി ബലഹീനമാകുമ്പോ അവൻ എന്ത് ചെയ്യും? എടാ എന്താ ഇത് കുഴപ്പമൊന്നുമില്ല, ഇവൻ പതുക്കെ അങ്ങോട്ട് കയറും, അടുത്ത പ്രാവശ്യം കയറും, പിന്നെ പള്ളിക്ക് അകത്തോട്ട് കയറും. ഏതാ പാസ്റ്റർ അവിടെ ഇരുന്ന് കഴിക്കുന്നത് കണ്ടാ കുഴപ്പമില്ലെന്ന്. നീ കയറും. മനസാക്ഷി ബലഹീനമാകിയാൽ തിന്നുവാൻ തക്കവണ്ണം ഉറക്കയില്ലയോ? ഈ വിഗ്രഹാർപ്പിതം തിന്നുവാൻ അവസാനം ഇവന് ശരിക്കുള്ള നോളജ് ഇല്ലാത്തതുകൊണ്ട് ഇവൻ കയറി പോയി കഴിക്കുമെന്നാ പറഞ്ഞത്. സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് വെച്ചു. ആർക്ക് വേണ്ടി ക്രിസ്തു മരിച്ചുവോ ആ ബലഹീന സഹോദരൻ ഇങ്ങനെ നിന്റെ അറിവിനാൽ നശിച്ചു പോകുന്നു. നീ ഇരുന്ന് കഴിക്കുന്ന കണ്ട് ഇവൻ ഇതും കൊണ്ട് ഇതിനകത്തോടെ കയറി കഴിക്കുകയും ഇവന്റെ മനസാക്ഷി പോയി ഇവനകത്ത് കയറുകയും ചെയ്തു. അവസാനം നിന്റെ അറിവ് കൊണ്ട് ആര് നശിച്ചു? ഈ ബലഹീന വിശ്വാസി. ഇങ്ങനെ സഹോദരന്മാരുടെ നേരെ പാപം ചെയ്ത് അവരുടെ ബലഹീന മനസാക്ഷിയെ ദണ്ഡിപ്പിക്കുമ്പോൾ, വീണ്ടും വാക്കത്തെ പറയുന്ന മനസാക്ഷി, എന്ത് മനസാക്ഷിയാ? ബലഹീന മനസാക്ഷിയെ ദണ്ഡിപ്പിക്കുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിനോട് പാപം ചെയ്യുന്നു. അയ്യോ, ഭയങ്കര വിശ്വാസിയായിരുന്നു അവൻ, ഏറ്റവും നോളജ് ഉള്ള വിശ്വാസി. അവൻ ആരോട് പാപം ചെയ്തു? ഇപ്പം ഈ വിശ്വാസിയെ ഇങ്ങനെ വേണ്ടാതിലെ കാണിച്ചിട്ട് ഇവൻ ക്രിസ്തുവിനോട് പാപം ചെയ്യുന്നു. അതിന് ഒന്ന് കാര്യം പറയാം, വിഗ്രഹം ഏതുമില്ല, വിഗ്രഹാർപ്പിതം ഏതുമില്ല. മനസാക്ഷി ബലഹീനനായിട്ടൊരു വിശ്വാസിയാണെങ്കിൽ അവൻ കഴിക്കരുത്. അല്ലെങ്കിൽ അവന്റെ മനസ്സിൽ ബോധ്യം വരണം, യേശു ഏക ദൈവമേ. പൗലോസ് പറയുന്ന ആദ്യത്തെ വാക്യം നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. ഏക ദൈവമേ ഉള്ളൂ, അല്ല ഏക കർത്താവുമേ ഉള്ളൂ, ഒരു വിഗ്രഹം ഒന്നുമില്ല. പക്ഷെ ഒറ്റ കണ്ടീഷനുണ്ട്. എന്ത് ചെയ്യണമെന്നറിയോ? നമ്മൾ ചെയ്യുമ്പോൾ ബലഹീന വിശ്വാസിയെ. ഇനി 2 കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട് പെട്ടെന്ന് അവസാനിപ്പിക്കുക. അതിന്റെ 10ാം അധ്യായത്തിലേക്ക് കടന്നു വന്നിട്ട് 10 വായിച്ച 2 ഭാഗം കൂടെ പൗലോസ് പറയുന്നുണ്ട്. ഒന്ന് കഴിഞ്ഞിട്ട് 10 നമ്മൾ വായിച്ചു പോയ ഭാഗത്തെ പെട്ടെന്ന് അതുകൂടെ പറഞ്ഞു പോയത് നിങ്ങൾക്ക് മനസ്സിലാക്കിക്കോളൂ. 10ന്റെ അതിന്റെ 24 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു വെച്ചാൽ, ഇനി കടയിൽ ചെന്നപ്പോ സാധനം കിട്ടി. അത് അടുത്ത പ്രശ്നം. ഓരോരുത്തരും സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണം അന്വേഷിക്കട്ടെ. വീണ്ടും പൗലോസ് പറയുന്ന കാര്യം എന്നറിയോ? നമ്മുടെ ഗുണമല്ല, ഓരോരുത്തർ സ്വന്തം ഗുണം മാത്രം നോക്കണ്ട. ആരുടെ ഗുണം കൂടെ നോക്കണം? ബലഹീന വിശ്വാസിയുണ്ട്, അവന്റെ ഗുണം കൂടെ നോക്കണം. ഈ പറയുന്ന ഭക്ഷണത്തിന്റെ കാര്യം മാത്രമല്ല, സ്പിരിച്വൽ എല്ലാ വിഷയങ്ങളിലും. എനിക്ക് ചിലപ്പോൾ വലിയ കൃപാവരം ഉണ്ടായിരിക്കും, ഇല്ലാത്തവനായിരിക്കും. അല്ലെങ്കിൽ എനിക്ക് ചില കാഴ്ചപ്പാട് ഉണ്ടായിരിക്കും, മറ്റവൻ അങ്ങനെ ഇല്ലാത്തവനായിരിക്കും. എൻ്റെ കൺസേൺ എൻ്റെ അറിവല്ല, എൻ്റെ കൂട്ടു സഹോദരൻ്റെ അവൻ്റെ വിശ്വാസിയെ പറ്റിയുള്ള കൺസേൺ ആയിരിക്കണം എൻ്റെ. ഞാൻ പറഞ്ഞ മനസ്സിലായോ?
നമ്മൾ അവനെ കുറ്റപ്പെടുത്തുവാനല്ല, അവനെ കരങ്ങളിലെടുത്ത് വഹിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇവിടെ പറയാ, നമ്മൾ വായിച്ചു വെച്ചാ അങ്ങാടിയിൽ വിൽക്കുന്നത് എന്തെങ്കിലും, അയ്യോ കടയിൽ ചെന്നപ്പോ അങ്ങാടി വിൽക്കുന്നത് എന്തും അങ്ങാടിയിൽ വിൽക്കുന്നത് എന്തെങ്കിലും മനസാക്ഷി നിമിത്തം ഒന്നും അന്വേഷണം കഴിക്കാതെ തിന്നുവീൻ. മനസാക്ഷി അവിടെ എന്താ പറഞ്ഞേക്കുന്ന വാക്കെന്തുവാ? മനസാക്ഷി നിമിത്തം. നിങ്ങൾ ശ്രദ്ധിച്ചോണം. കടയിൽ ചെന്നപ്പം അവിടെ അവര് ഹലാൽ ചിക്കൻ, ഹലാൽ അച്ഛാ, അത് അവരെന്തും മന്ത്രം ജപിച്ചിട്ട് കെട്ടി വെച്ചേക്കുന്നത്. നമുക്ക് പറ്റുമോ? അപ്പോൾ അങ്ങാടി വിൽക്കുന്നത് എന്തും ചെയ്യണമെന്നാ പറഞ്ഞേക്കുന്നത്. മനസാക്ഷി നിമിത്തം. ഞാനിത് എക്സാമ്പിൾ പറഞ്ഞ കേട്ടോ. ചിലർത്താണെങ്കിൽ അയ്യോ, ഈ ഇപ്പൊ ഉദാഹരണം ഈ ആയുർവേദ മെഡിസിൻ എല്ലാം പൂജിച്ചു കൊണ്ടുവരുന്ന, ആയുർവേദ മെഡിസിൻ്റെ 90% എന്താ പൂജിച്ചു കൊണ്ടുവരുന്ന. എൻ്റെ അച്ഛാ ഇത് കഴിക്കാൻ പറ്റത്തില്ല, അത് അവർ ആയുർവേദമല്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട ചെയ്യാൻ പറ്റത്തില്ല. പൗലോസ് പറയാ മനസാക്ഷി ഉണ്ടെന്ന്. ഇനി പേടിയുള്ളവനാണോ നീ? എന്ത് ചെയ്യല്ലേ? അല്ലെങ്കിൽ കടയിൽ വിൽക്കുന്ന സാധനം എല്ലാം മേടിച്ചോ, ഹലായാലും ഇതായാലും നിനക്കൊന്നുമില്ലെന്ന്. വിഗ്രഹം ഏതുമില്ല, വിഗ്രഹാർപ്പിതം ഏതുമില്ല. ഇത് ആത്മീയ പക്വതയുള്ളവന്റെ കാഴ്ചപ്പാടാ. എന്തു കാരണം എന്താ? അടുത്ത വാക്യം എന്താ വെച്ചാ പറയുന്നത്? ഭൂമിയും അതിന്റെ പൂർണ്ണതയും കർത്താവിന്റെയാണ്. നിങ്ങൾ എന്താ ഈ കിടന്ന് പേടിക്കുന്നത്? ഹാലലിയ. കടയിൽ കിട്ടുന്ന നോക്കാൻ നിങ്ങൾ മേടിച്ചോണം. അതിൻ്റെ അച്ഛ അമ്മമാരെങ്ങനെ അതിലൊരു ഓംന്ന് കണ്ടു. ഏതല്ല പാക്കറ്റ്. ഇത് മേടിച്ചാല് നീ അങ്ങനെയുള്ളവനാണ് മേടിച്ച പോയത് തന്നെ കേസ്. ഏതാ? അവന്റെ മനസാക്ഷി കറപ്റ്റഡ് ആയതുകൊണ്ട് അവൻ ഇതിനകത്തുനിന്ന് അറിയാതെ തെറ്റിലേക്ക് വീഴുക. അടുത്ത വാക്ക് ഇനി ഒന്നുകൂടെ അടുത്തൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഈ 4ാമത്തെ കാര്യം എന്ന് പറഞ്ഞത് ഇപ്പൊ ഏതൊക്കെ പറഞ്ഞു? ഒന്നാമത് പറഞ്ഞ് നമ്മൾ വിഗ്രഹാരാധനയോട് അനുബന്ധിച്ച് വിഗ്രഹാർപ്പിതം കഴിക്കാൻ പാടില്ല. രണ്ടാമത് നമ്മൾ എന്താ വായിച്ചത്? ഒരു ക്ഷേത്രത്തിൽ ഇരുന്നു എന്ന് പറഞ്ഞാലും നമ്മൾ വിഗ്രഹാർപ്പിതമായിട്ട് ബന്ധമില്ല. നമ്മൾ അവിടെ കയറിയിരിക്കുന്ന ആൾക്കാരെ കണ്ടു, അമ്പലത്തിൽ കയറിയിരുന്നു, അവിടെ നിന്ന് കഴിച്ച് പായസം കിട്ടിയ കുടിച്ച് നമ്മളിങ്ങ് പോകുന്നു, പ്രശ്നമില്ല. പക്ഷേ നമ്മുടെ വീക്ക് ബിലീവർ ഉണ്ടെങ്കിൽ നീ എന്ത് ചെയ്യല്ലേ? ഇവിടെ പൗലോസ് പറയുകയാണ് അങ്ങാടിയിൽ പോയി ചെന്നപ്പോൾ അവിടെ എന്തോ കണ്ടു, ഓം കണ്ടു, അതൊന്നും പ്രശ്നമൊന്നുമില്ല. മനസാക്ഷി നിമിത്തം നീ മേടിച്ച് കഴിച്ചോണം, ഒരു പ്രശ്നവുമില്ല. എന്നാൽ വേറൊരു കേസോട് പറയുന്നുണ്ടോ? പറഞ്ഞ് അവസാനിപ്പിക്കാം. അവിശ്വാസികളിൽ ഒരുത്തൻ. അത് വായിച്ചു. അവിശ്വാസികളിൽ ഒരുവൻ. ഒരു ഫ്രണ്ട് വിളിച്ചു, അവിശ്വാസിയായിട്ട് ഒരു ഫ്രണ്ട്. വായിച്ചു വെച്ചാ നിങ്ങൾ വായിച്ചു. നിങ്ങളെ ക്ഷണിച്ചാൽ നിങ്ങളെ വീട്ടിലോട്ട് ക്ഷണിച്ചു. എൻ്റെ അച്ഛാ ഞങ്ങളുടെ വീട്ടില് ഞങ്ങളിങ്ങനെ ഒരു പൂജ നടത്തുന്നുണ്ട്. ഞങ്ങളെല്ലാവരും വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ ഈ റമദാന്റെ മുറിക്കുന്നുണ്ട്. എല്ലാവരും നിങ്ങളോടൊന്ന് വരാമെന്ന് വെച്ചാൽ വിളിച്ചാൽ നിങ്ങളെ ക്ഷണിച്ചാൽ നിങ്ങൾക്ക് പോകുവാൻ മനസ്സുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ശ്രദ്ധിക്കണം. ഇവിടെ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ, നിങ്ങളുടെ മനസാക്ഷി നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ മുമ്പിൽ വിളമ്പുന്ന എന്തായാലും ഒരു കാര്യം കൂടെ, മനസാക്ഷി നിമിത്തം എന്ത് ചെയ്യണം? ഒന്നും അന്വേഷിക്കാതെ തിന്നുവീൻ. പ്രശ്നം ഇത്. ഇവിടെ ചെന്നു, അവര് വിളിച്ചു, അവിടെ ചെന്ന് അവരകത്തെന്തൊക്കെയോ കാണിക്കുന്നു. അവസാനം വന്നിട്ട് എല്ലാ ഫുഡെല്ലാം കൂടെ കൊണ്ടുവന്ന് വെച്ചു. നിങ്ങളൊന്നുമില്ല. നിങ്ങൾ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ഓർത്തോണം. പോകുന്നെങ്കിൽ പോയാൽ മതി, പോയേച്ച് പിന്നെ വേണ്ടാതേരം കാണിക്കരുത്. പൗലോസ് പറഞ്ഞത് അറിയോ? നിങ്ങളെ ക്ഷണിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? പോകണം നിർബന്ധമില്ല. പോയാൽ എന്താ ഇത്? എങ്ങനല്ലേ ബാക്കി എന്താ വെച്ചേക്കുന്നത്? ഇങ്ങനെ ഒന്നുകൂടെ വായിച്ചു വെച്ചാ അങ്ങനെ എല്ലാത്തിനും കയറി പോകല്ലേ. അവിശ്വാസികളിൽ ഒരുവൻ നിങ്ങളെ ക്ഷണിച്ചാൽ നിങ്ങൾക്ക് പോകാൻ മനസ്സുണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ അവിടെ വല്ലോ കുന്താമണ്ടിയന്മാർ ചെയ്യുമോ? മന്ത്രം ജപിച്ച് ഇതിനകത്ത് ഇട്ടിട്ടാണോ എനിക്ക് തരാൻ പോകുന്നത്? ദൈവം ഇത് പോകല്ലേ. അതൊന്നും ഇല്ലെന്ന് പൗലോസ് പറയുന്നുണ്ട്. ഇനി പോകാൻ മനസ്സുണ്ടായിട്ട് പോയാലോ? നിങ്ങളുടെ മുമ്പിൽ വിളമ്പുന്നത് എന്തായാലും അവിടെ ചെന്ന് വിളമ്പി കഴിഞ്ഞിട്ട് ഇത് നിങ്ങൾ അവിടെ പൂജിച്ചാണോ? അതാണെങ്കിൽ ഞാൻ കഴിക്കത്തില്ല കേട്ടോ. എന്നാ പിന്നെ ആദ്യമേ അങ്ങ് പോകാതിരുന്നാ പറയുന്നത്. പറയുന്നത് നിങ്ങളുടെ മുമ്പിൽ വിളമ്പുന്നത് എന്ത് ചെയ്യല്ലേ? മനസാക്ഷി നിമിത്തം ഒന്നും അന്വേഷിക്കാതെ കഴിച്ചിട്ട് ഒരു പ്രശ്നമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. അല്ല, അവിടെ ചെന്നപ്പോഴത്തേന് ആത്മീയം അങ്ങ് മൂത്തു. ഈ മേശ ഇതിനകത്ത് എന്തോ ഒരു ഇതുപോലെ തോന്നുന്നുണ്ടല്ലോ. ഏതാ? അതല്ല, അടുത്ത വാക്യം എന്താ വായിച്ചേ? എങ്കിലും ഒരുവൻ ഇത് വിഗ്രഹാർപ്പിതം പുള്ളിക്കാരൻ പറയാ നിങ്ങളോട്. നമ്മൾ ചോദിച്ചൊന്നുമില്ല, നമ്മൾ വിളിച്ചു, നമ്മൾ ഇന്ന് കഴിച്ചു, എല്ലാം കഴിക്കാൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് പറയാ ഇത് പിന്നെ ഞങ്ങളുടെ ഇവിടെ ആരാധനയൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതിൻ്റെ അകത്തൊരു കൂട്ടായ്മയൊക്കെ ആയിട്ടൊന്നും കൊണ്ട് വിളിച്ചാന്ന് പറയാണ്. ജഗജന്മം കഴിക്കരുത്. അതെന്തോ അത് വായിച്ചോ? നിങ്ങളോട് പറഞ്ഞാൽ അറിയിച്ചവൻ നിമിത്തവും നമ്മുടെ പ്രശ്നമല്ല. നമുക്കെന്തറിയാം? വിഗ്രഹം ഏതുമില്ല, വിഗ്രഹാർപ്പിതം ഏതുമില്ല. പക്ഷെ അറിയിച്ചവൻ നിമിത്തവും മനസാക്ഷി നിമിത്തവും തിന്നരുത്. ആരുടെ മനസാക്ഷി? അടുത്ത വാക്യം വായിച്ചേ. മനസാക്ഷി എന്ന് ഞാൻ പറയുന്നത് തന്റേതല്ല, മറ്റവന്റേത്. എന്റെ മനസാക്ഷിക്ക് കുഴപ്പമൊന്നുമില്ല. ഇത് വിഗ്രഹം ഇല്ലെന്നും വിഗ്രഹാർപ്പിതം ഒന്നുമില്ലെന്ന് ആർക്കറിയാം? എനിക്കറിയാം. പക്ഷെ അവൻ വന്നിട്ട് പറഞ്ഞു, വിളമ്പി വെച്ചിട്ട് ഇത് ഞങ്ങളിപ്പോ പൂജിച്ച് എല്ലാം മന്ത്രമെല്ലാം ജീവിച്ച് കെട്ടി വെച്ച് എന്നാ കഴിച്ചാട്ടെ സാറേ എന്ന് പറയാന്ന് വിചാരിച്ചോ?
അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മൾ അവന്റെ മനസാക്ഷി, അവൻ തന്നെ ചിന്തിക്കുന്ന അറിയോ, ഇവൻ ഏത് കൂട്ടായ്മയ്ക്കകത്തും പോകുന്ന കേസാണ്. നമുക്കൊരു ബൗണ്ടറി ഒന്നും ഇല്ലാത്ത വ്യക്തിയാണെന്ന് അവൻ എന്ത് ചെയ്യും, ചിന്തിക്കും. ഞാൻ പറയാൻ മനസ്സിലായോ? ഞാൻ വാക്ക് സമയം കടന്നു, ക്ഷമിക്കുക, സമയം കടന്നുപോയി. പറഞ്ഞിട്ട് ഈ വിഷയം 4 കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലായല്ലോ. സംശയമുണ്ടോ ഇനി? ഒന്ന് കാര്യം കൊടുത്ത് കർത്താവിനെ ഒന്ന് ശ്രദ്ധിച്ചേ. വിഗ്രഹാർപ്പിതങ്ങളുടെ കാര്യത്തിൽ നമ്മളാണത് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ മനസാക്ഷി, നമ്മൾ ദൈവത്തിൽ ഉറപ്പുള്ളവരാണെങ്കിൽ ഒന്നും നമുക്ക് ഭരിക്കത്തില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, നമ്മൾ ശക്തന്മാരായ നമ്മൾ അശക്തന്മാരുടെ ബലഹീനതകളെ ചുമക്കണം. അവരെ പറ്റി കൺസേൺ ഉള്ളവരായിരിക്കണം. എന്നാൽ നമ്മളെ സംബന്ധിച്ച് ആത്മീയമായി വളർന്ന വ്യക്തിയെ സംബന്ധിച്ചതൊന്നും ഒരു വിഷയമല്ല. ഞാനിത് ചർച്ചിന് ഗ്രൂപ്പിലിട്ട് വായിച്ചിട്ട് ആർക്കും മനസ്സിലായില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ദൈവരങ്ങളെ ഏൽപ്പിക്കാം. ഒരു നിമിഷം കണ്ണുകളെ അടച്ചാട്ടെ. നമ്മുടെ ദൈവം പറയുന്നത് അതിൻ്റെ എന്തോ 30 വായിച്ചു. എന്നാൽ പിന്നെ ബാക്കി വെച്ചാൽ വായിച്ചാൽ 30 വായിച്ചിട്ട് അവസാനിപ്പിക്കുക. 30 വായിച്ചു. വീട്ടിൽ പോയി വായിക്കുന്നത് സ്വയമായിട്ട് പഠിക്കുന്നത് നല്ലതാണ്. 30-31 അതിൻ്റെ ഞാൻ വായിക്കാം. അതിൻ്റെ ഒന്നുകൂടി ഫസ്റ്റ് ചാപ്റ്റർ 10 വേഴ്സ് 30-31 വായിച്ചോ. നന്ദിയോടെ അനുഭവിച്ച് സ്തോത്രം ചെയ്ത സാധനം നിമിത്തം ഞാൻ ദുഷിക്കപ്പെടുന്നത് എന്തിന്? ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്യുവിൻ. എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ തിന്നാലും കുടിച്ചാലും ദുഷിക്കപ്പെടേണ്ടത്. നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്യണം? ദൈവത്തിന്റെ മഹത്വത്തിനാ. എന്നിട്ട് പക്ഷെ അടുത്ത വാക്യം പറയുന്നു, യഹൂദന്മാർക്കും യഹൂദന്മാർക്കും ജാതികൾക്കും എന്ത് ചെയ്യണം? ഈ ദൈവസഭയ്ക്കും ഇടർച്ചയില്ലാത്തവരാകും. ഇടർച്ച ഉണ്ടാക്കില്ല. ഞാനും എന്റെ ഗുണമല്ല, പലർ രക്ഷിക്കപ്പെടേണ്ടതിന് അവരുടെ ഗുണം കൂടെ അന്വേഷിച്ചുകൊണ്ട് എല്ലാവരെയും എല്ലാം കൊണ്ടും പ്രസാദിപ്പിക്കുന്നുവല്ലോ. മനസ്സിലായി നിങ്ങൾക്ക്? ഈ വിഷയത്തെ ഒരു സംശയമുണ്ടോ? ഇനി ആരെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പിന്നീട് ചോദിക്കാം. ഞാൻ ഇപ്പോൾ വാക്കുകൾ ഒരു നിമിഷം കണ്ണുകളെ അടച്ചേ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. താങ്ക് യു ലോർഡ് ജീസസ്. ഞാൻ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ